പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. പ്രഭാത കേരളം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ശംഖുമുഖം കടപ്പുറത്തു നിന്നുമാണ്. നല്ലൊരു ഞായറാഴ്ചയാണ്, നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. വാർത്തകളാൽ സജീവമായ ഒരു അവധി ദിവസം. വാർത്തകളാൽ സമ്പന്നമെന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നലെ നമ്മൾ കണ്ടതാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു പോരാട്ടം കർണാടകയിൽ നടന്നു. കോൺഗ്രസ് വലിയ വിജയം കൈപ്പിടിയിലൊതുക്കിയതിനു ശേഷം അതിന്റെ തുടർ ചർച്ചകൾ, സർക്കാർ രൂപീകരണ തുടർ ചർച്ചകളിലേക്ക് പോകുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി ആരാകും എന്ന പ്രധാനപ്പെട്ട വാർത്തയ്ക്കാണ് കാതോർത്തിരിക്കുന്നത്. എന്തായാലും DK ശിവകുമാറും ഒപ്പം തന്നെ സിദ്ധരാമയ്യയും രണ്ടിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. ഇന്ന് വൈകുന്നേരം നിയമസഭാ കക്ഷി യോഗമുണ്ട്. സിദ്ധരാമയ്യക്കാണ് നിലവിൽ ഒരു സാധ്യത കാണുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയ്ക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. ഒപ്പം DK ശിവകുമാർ അനുകൂലികൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ടേം വ്യവസ്ഥയിൽ മുഖ്യമന്ത്രിയായേക്കാം, അല്ലെങ്കിൽ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായേക്കാം. ഈ വലിയ വിജയം കഴിഞ്ഞ് ഇനിയൊരു തർക്കത്തിലേക്ക് പോവാതിരിക്കാനുള്ള കരുതൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ നടത്തുമെന്ന് വേണം നമുക്ക്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജസ്ഥാനുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, തെലങ്കാനയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു ആശ്വാസമാണ് കോൺഗ്രസിന് ഈ ഒരു വിജയം. മാത്രമല്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ച് BJPക്ക് ബദലായി ഒന്നുകൂടി ശക്തിപ്പെടാനുള്ള ഒരു അവസരമായൊക്കെ പ്രതിപക്ഷം ഇതിനെ മാറ്റാനുമുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കൊച്ചിയിൽ ഇന്നലെ ഉണ്ടായ ലഹരി വേട്ടയാണ്. കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അതിന്റെ തുടർ വാർത്തകളും ഇന്ന് പ്രഭാത കേരളത്തിലുണ്ടാവും. തുടർ നീക്കങ്ങൾ ഉണ്ടാവും. രക്ഷപ്പെട്ടു പോയ 2 ബോട്ടുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കടൽ മാർഗമുള്ള ലഹരിക്കടത്ത് സംസ്ഥാനത്തിന്റെ തീരങ്ങൾ, കേരളത്തിന്റെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമാണ് എന്നതാണ് റിപ്പോർട്ട്. അതായത് കേരളത്തിന്റെ തീരം കേന്ദ്രീകരിച്ച് ശ്രീലങ്കയിലേക്ക് പോകുന്ന ഒരു ബോട്ടാണ് പിടികൂടിയത്. അങ്ങനെയെങ്കിൽ അതിന്റെ തുടർ സാധ്യതകളിലേക്കുള്ള വളരെ വിശദമായ അന്വേഷണങ്ങളൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്ന ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം തന്നെയാണ്. മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. PG ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ കാര്യത്തിൽ കൂടുതൽ വാർത്തകളും പ്രതികരണങ്ങളും ഉണ്ടായേക്കും. നടപടി എന്ത് എന്ന കാര്യത്തിലും ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, മലപ്പുറത്ത് കൊണ്ടോട്ടിയിലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മരണം, അത് കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിന്റെ തുടർ വാർത്തകൾ. അങ്ങനെ സമ്പന്നമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നത്. പ്രഭാത കേരളത്തിൽ സമഗ്ര ചിത്രമാണ് ഇന്നത്തെ പ്രഭാതത്തിന്റെ വാർത്ത കേരളത്തിന്റെ. ഒപ്പം തന്നെ രാഷ്ട്രീയമായ മറ്റ് വിശദാംശങ്ങളുടെ എല്ലാം ഒരു വിശദമായ ചിത്രമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ ടോപ്പ് ഹെഡ്ലൈൻസ് നോക്കാം. നമ്മൾ വിശദമായി തന്നെ വാർത്തകളിലേക്ക് കടക്കുകയാണ്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച കർണാടക വാർത്തയിലേക്ക് തന്നെയാണ് നമുക്ക് ആദ്യം പോവേണ്ടത്. നമുക്കൊപ്പം ചേരുന്നത് മനു ഭരത്തുണ്ട് ബാംഗ്ലൂരുവിൽ. ഒപ്പം തന്നെ ഈ വാർത്ത തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത ER രാകേഷ് ന്യൂസ് ഡെസ്കിലുമുണ്ട്. 2 പേർക്കും സ്വാഗതം. ആദ്യം തന്നെ മനു, ഗുഡ് മോർണിംഗ് മനു. എന്തായാലും ഇന്നത്തെ ദിവസം കർണാടകയെ സംബന്ധിച്ച്, ബാംഗ്ലൂരിനെ സംബന്ധിച്ച് വളരെ രാഷ്ട്രീയമായ തുടർ ചർച്ചകളുടെ ഒരു ദിവസമാണല്ലോ. കാരണം ഇന്നലെയാണ് നിർണായകമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കർണാടകയുടെ 5 വർഷം ഇനി ആര് ഭരിക്കും എന്നതിലൊരു വ്യക്തതയുണ്ടായത്. കോൺഗ്രസിന് വലിയ മജോറിറ്റി, വലിയ ഭൂരിപക്ഷം കിട്ടി. സാധാരണ രീതിയിൽ സിമ്പിളായി സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, വലിയ പ്രഖ്യാപനം പെട്ടെന്ന് തന്നെ നടത്താൻ കഴിയുന്നതാണ്. പക്ഷേ 2 നേതാക്കളുടെ പേര് പൊതുവിൽ ഉയരുന്നുണ്ട്. സിദ്ധരാമയ്യയും ഒപ്പം DK ശിവകുമാറും. ആര് മുഖ്യമന്ത്രിയാകുമെന്നത് ഒരു തർക്കത്തിനിടവെക്കാൻ കോൺഗ്രസിൽ സാധ്യതയുണ്ടോ? വൈകിട്ടല്ലേ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്? മറ്റ് നടപടിക്രമങ്ങൾ, മറ്റ് നീക്കങ്ങൾ അതെങ്ങനെയാണ് നടക്കുന്നത് മനു? ഗുഡ് മോർണിംഗ് സജിത്. ഇവിടെ വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ് ബാംഗ്ലൂരുവിൽ ഉള്ളത്.
പക്ഷേ രാഷ്ട്രീയ അനിശ്ചിതത്വം രാഷ്ട്രീയ രംഗത്ത് വളരെ ചൂടുപിടിച്ച ഒരു കാലാവസ്ഥയും രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുന്നു. കോൺഗ്രസിനകത്ത് ആര് മുഖ്യമന്ത്രിയാകും എന്ന ചർച്ചകൾ സജീവമാണ്. ജനവും വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് അത് ഉറ്റുനോക്കുന്നത്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 90% സാധ്യത സിദ്ധരാമയ്യയ്ക്ക് തന്നെയാണ്. കാരണം ഭൂരിപക്ഷം MLA-മാർ പിന്തുണയ്ക്കുന്നതും സിദ്ധരാമയ്യയാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. അതേസമയം ഒക്കലിംഗ സമുദായത്തിനിടയിൽ നിന്ന് വളരെ ശക്തമായ ഒരു സമ്മർദ്ദം DK ശിവകുമാറിന് അനുകൂലമായുണ്ട്. കാരണം ഒക്കലിംഗ സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നത് അവരുടെ ആവശ്യമായി അവർ ഉയർത്തിക്കാണിക്കുന്നു. അവരുടെ സാമുദായിക നേതാക്കൾ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം. ഏതായാലും DK ശിവകുമാർ തൻ്റെ മനസ്സ് തുറന്നിട്ടില്ല. കോൺഗ്രസ് യോഗങ്ങളിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. മുകളിൽ നിന്നുള്ള തീരുമാനം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ MLA-മാർ എന്തു പറയുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ വരട്ടെ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഏതായാലും ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്കുണ്ട് എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു കണക്കുകൂട്ടൽ. മാത്രമല്ല രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് MLA-മാർ കരുതുകയും ചെയ്യുന്നത്. അതേസമയം DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ പൊതു വികാരം DK ശിവകുമാറിന് അനുകൂലമാണ്. കാരണം നമുക്കറിയാം, നേരത്തെ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നപ്പോൾ അന്ന് അമ്പേ പരാജയപ്പെട്ട കോൺഗ്രസിനെ അവിടെ നിന്ന് പെറുക്കിയെടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ നിന്ന് കൂട്ടിയോജിപ്പിച്ച് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്നും നമ്മൾ കണ്ട തരത്തിലേക്കുള്ളൊരു വിജയം കർണാടകയിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ DK ശിവകുമാറിൻ്റെ അശാന്ത പരിശ്രമമാണ് എന്നതാണ് അതിൻ്റെ കാരണം എന്ന് കർണാടകയിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒരുപോലെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കർണാടക രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്. കൂടുതൽ സാധ്യത സിദ്ധരാമയ്യയ്ക്കാണ്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം, ഇനി അദ്ദേഹത്തിന് ഒരു ടേമില്ല എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു വിഭാഗം ഉയർത്തി കാണിക്കുമ്പോൾ കർണാടകയുടെ കരുത്തായ ഒക്കലിംഗ സമുദായത്തിനെ, കോൺഗ്രസിനൊപ്പം നിന്ന ഒക്കലിംഗ സമുദായത്തെ JDS-ൽ നിന്ന് ഇപ്പോൾ കൂടുതൽ ഒക്കലിംഗ സമുദായത്തിലെ ആളുകൾ കോൺഗ്രസിനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അത് ഗുണം ചെയ്യും. ഒക്കലിംഗ സമുദായത്തെ കൂടുതൽ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്ന് കരുതുന്നവരും ഉണ്ട്. അപ്പോൾ ഏതായാലും 90% സാധ്യത സിദ്ധരാമയ്യയ്ക്ക്, 10% സാധ്യത DK ശിവകുമാറിനുണ്ട്. മറ്റു ചില ആളുകളും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ പരമേശ്വരെ പോലുള്ളവരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനി അതിന് അറിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 5:30 അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരും. അതിൽ നിന്ന് ആയിരിക്കും പുതിയ MLA-മാർ തങ്ങളുടെ മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കുക. പിന്നീട് ഹൈക്കമാൻഡിൻ്റെ കൂടെ മനസ്സറിഞ്ഞായിരിക്കും അതിൻ്റെ അന്തിമ പ്രഖ്യാപനമുണ്ടാകുക. അതായത് നാളെ രാവിലെ ബംഗളൂരുവിൽ ഇതേ പ്രഭാത കേരളത്തിൽ ഒരു സംശയത്തിന് വിട നൽകാതെ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആര് എന്ന വാർത്ത നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി നൽകാൻ കഴിയും. മനു ഭരത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാഗേഷ് കൂടി ചേരുന്നുണ്ട്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായേക്കും. ഒപ്പം തന്നെ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ലിംഗായത്ത് വോട്ടുകളൊക്കെ കൂടുതൽ ഇത്തവണ കോൺഗ്രസിന് കിട്ടിയ സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ലിംഗായത്ത് സമുദായത്തിലെ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും ജഗദീഷ് ഷെട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു, കോൺഗ്രസിലേക്ക് വരുന്നു, മത്സരിക്കുന്നു, പക്ഷെ തോൽക്കുന്നു. അവിടെ കർണാടകയിൽ MLC ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത അതെത്രമാത്രമാണ്? പ്രത്യേകിച്ചും സോണിയാഗാന്ധി അടക്കം വന്ന് ഒരു പ്രചാരണം നടത്തിയ ഒരു സ്ഥലം കൂടിയാണ് ജഗദീഷ് ഷെട്ടറിന്റെ മണ്ഡലത്തിൽ. അതുകൊണ്ട് ജഗദീഷ് ഷെട്ടർ അടക്കം മന്ത്രിസഭയിൽ ഇടം പിടിക്കാനുള്ള സാധ്യത അതെങ്ങനെയാണ്? സജിത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. കർണാടകത്തിൽ സിദ്ധരാമയ്യയും ഒപ്പം തന്നെ DK ശിവകുമാറുമാണ് അവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയതെങ്കിൽ പോലും ഒരുപാട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലക്ഷ്യം വെച്ചിരുന്ന നേതാക്കൾ നിരവധിയായിരുന്നു. അത് പല നേതാക്കളും പരസ്യമായി പറയുകയും ചെയ്തതാണ്. സിദ്ധരാമയ്യയും DK ശിവകുമാർ മാത്രമല്ല, MB പാട്ടീൽ, ഒപ്പം തന്നെ G പരമേശ്വര തുടങ്ങിയ നേതാക്കളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ പ്രതികരണങ്ങളിലൊക്കെ തന്നെ അത്തരമൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. 2013 സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യക്കൊപ്പം തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു G പരമേശ്വര. പക്ഷേ G പരമേശ്വര ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അന്ന് അങ്ങനെയാണ് സിദ്ധരാമയ്യ ഒരു എതിരാളികളില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത്തവണ ലിംഗായത്ത് വോട്ടുകളടക്കം കോൺഗ്രസിന്റെ വിജയത്തിൽ നിർണായകമായി. ലിംഗായത്തുകൾക്ക് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും
കോൺഗ്രസിന്റെ മുന്നേറ്റം കണ്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MB പാട്ടീൽ അടക്കമുള്ള നേതാക്കളെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഈ ജഗദീഷ് ഷട്ടർ അടക്കമുള്ള നേതാക്കളെ കൊണ്ടുവരുന്നതിൽ MB പാട്ടീൽ അടക്കമുള്ള നേതാക്കൾ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ MB പാട്ടീലിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2018 സഖ്യ സർക്കാർ JDS-ഉമായി കോൺഗ്രസ് സഖ്യമായി മത്സരിക്കുമ്പോൾ അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്നു G. പരമേശ്വര, മുൻ PCC പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. DK ശിവകുമാർ PCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ അതോ ഉപമുഖ്യമന്ത്രിയാകുമോ എന്ന് പറയാൻ വയ്യ. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മനു ഭരത് സൂചിപ്പിച്ച പോലെ തന്നെ സിദ്ധരാമയ്ക്കാണ് സാധ്യതയെങ്കിലും ഒരു അവകാശവാദം DK ക്യാമ്പ് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സിദ്ധരാമയ്ക്ക് ഇവിടെ അനുകൂലമാകുന്ന ഒരു ഘടകം സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടത് തന്നെ ഇത് തന്റെ അവസാന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്കില്ല, താൻ അവസാനമായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രവുമല്ല ഒരു മാസ് ലീഡർ എന്ന പ്രതിച്ഛായ സിദ്ധരാമയ്ക്കുണ്ട്. DK ശിവകുമാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ DK ശിവകുമാറിനെതിരെ നിരവധി കേസുകളുണ്ട്. ED കേസുകൾ, ഒപ്പം തന്നെ CBI കേസുകളടക്കമുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തതാണ്. അപ്പോൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കേസുകൾ വീണ്ടും കുത്തിപ്പൊക്കാൻ അല്ലെങ്കിൽ ഉയർന്നു വരാൻ, ചർച്ചകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏജൻസികൾ പക്ഷേ അടുത്ത നടപടികളിലേക്ക് കടന്നേക്കാം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ DK ശിവകുമാറിനെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. പകരം എല്ലാവരെയും അല്ലെങ്കിൽ സംസ്ഥാനത്ത് മുഴുവനായ ഒരു മാസ് അപ്പീലുള്ള സിദ്ധരാമയ്യയെ വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനൊരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. നേരത്തെ സൂചിപ്പിച്ച പോലെ ജഗദീഷ് ഷട്ടർ അടക്കമുള്ള നേതാക്കളുടെ വരവ്, ഷട്ടർ ഹുബള്ളി ധാർവാഡിൽ തോറ്റെങ്കിൽ പോലും ഷട്ടർ അടക്കമുള്ള നേതാക്കളുടെ വരവ് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷട്ടറിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം നേരത്തെ BJP അടക്കം സമാനമായ നീക്കം നടത്തിയതാണ്. അതായത് കഴിഞ്ഞ തവണ ലക്ഷ്മൺ സവദി അത്തണി മണ്ഡലത്തിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് MLC ആയി കൊണ്ടുവന്ന ശേഷമാണ് ലക്ഷ്മൺ സവദിയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നത്. അപ്പോൾ ഷട്ടറിനെ മന്ത്രിസഭയിൽ കൊണ്ടുവരികയാണെങ്കിൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഷട്ടർ തോറ്റെങ്കിൽ പോലും ഷട്ടർ പാർട്ടിയിലേക്ക് വന്നത് ആ മേഖലയിൽ വലിയ ഗുണമുണ്ടാക്കിയെന്ന കണക്കൂട്ടൽ തന്നെയാണ് കോൺഗ്രസിനുള്ളത്. ഏതായാലും നിർണായകമായ യോഗം വൈകിട്ടാണ് ചേരുന്നത്. യെസ്, എന്തായാലും രാകേഷിലേക്ക് തിരിച്ചു വരാം. മനു ഭരത് ഒരിക്കൽ കൂടി ചേരുന്നു. മനു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇത്ര വലിയൊരു വിജയം കോൺഗ്രസിന് കർണാടകയിൽ ഉണ്ടായിട്ടും എന്തിന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനത്തെ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന സ്വാഭാവികമായ ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഒരു ആശയക്കുഴപ്പം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുക വയ്യ, കാരണം ഒരു തർക്കത്തിലേക്കൊന്നും പോയിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് BJPക്ക് ബദലായി ഈ കർണാടകയിലെ വിജയം ഉയർത്തിക്കാട്ടുമ്പോൾ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഒരു തർക്കത്തിന് ഇട കൊടുക്കാത്ത ഒരു പരിഹാരം കോൺഗ്രസ് ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ ഉണ്ടാക്കും, അങ്ങനെ കരുതാം അല്ലേ മനു? ഇതിൽ കോൺഗ്രസ് പറയുന്നത് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരുന്നു എന്ന ചോദ്യം ആദ്യം തൊട്ടേ ഇതിലുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആര് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക, പിന്നീട് ജയിക്കുന്ന ജനപ്രതിനിധികൾ ചേർന്ന് അവരുടെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുക എന്നൊരു പ്രൊസീജിയറാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റും ഒക്കെ കൈപ്പറ്റിയതിന് ശേഷം ബംഗളൂരുവിലെത്തുന്നു. പിന്നീട് ഇവിടെ യോഗം ചേർന്ന് അവരിൽ ഭൂരിപക്ഷം ആളുകൾ പിന്തുണയ്ക്കുന്ന ആളെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന നോർമൽ പ്രൊസീജിയർ, ആ പ്രൊസീജിയറാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അത് സ്വാഭാവികമായൊരു നടപടിക്രമമാണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം, കോൺഗ്രസിൻ്റെ നേതൃത്വം സാധാരണ നമ്മളോടൊക്കെ പറയാറുള്ളതാണ് ഇന്ന ആളാണ് സാധ്യത എന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിന് കാത്തിരിക്കാൻ പറയുന്നു എന്നിടത്താണ് സംശയങ്ങൾ ആരംഭിക്കുന്നത്. മറ്റ് വിഭാഗവും ഇതിന് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ മനസ്സ്, അതായത് അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ നിലപാട് ആർക്കൊപ്പം. മറ്റൊന്ന്, ഈ കോൺഗ്രസ്സിലെ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ജനപ്രതിനിധികൾ, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ വികാരം ആർക്കൊപ്പം. ഈ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുക. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരം DK ശിവകുമാറിനൊപ്പം വളരെ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു കമ്മ്യൂണിറ്റിയുടെ പിൻബലവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ എന്തെങ്കിലും പ്രധാന പദവികൾ നൽകിക്കൊണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഇനി കോൺഗ്രസിന് മുന്നിലുള്ള ഏക പോംവഴി. അതിലേക്ക് എങ്ങനെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും എന്നതാണ് നാം നോക്കിക്കാണുന്നത്. ഏതായാലും മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചകൾ നടന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു.
മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ ചർച്ച നടന്നു. അതുപോലെ ഇവിടെ കോൺഗ്രസിൻ്റെ കർണാടകയുടെ ചുമതലയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഇത് എന്ത് സംഭവിക്കുമെന്നുള്ളതിൽ ഒരു കൃത്യത വരണമെങ്കിൽ ഈ 5:30-ക്കുള്ള യോഗം കൂടി കഴിയണം. അതിൽ MLA-മാർ കൂടുതലും സിദ്ധരാമയ്യയെ പിന്തുണച്ചാൽ പിന്നീട് ഒരുപക്ഷെ DK ശിവകുമാറിന് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അംഗീകരിക്കേണ്ടി വരും. സിദ്ധരാമയ്യയ്ക്ക് ഒരു അവസരം കൂടി നൽകേണ്ടി വരും. ശരി, മനോഭരത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അതാണ് കോൺഗ്രസിലെ സാഹചര്യം. ആര് മുഖ്യമന്ത്രിയാകും, ആര് ഉപമുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിലൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കാം. രാകേഷ് കൂടി തുടരുന്നു. രാകേഷ്, ഈ BJP-യുടെയും JDS-ന്റെയും കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് സാഹചര്യം? പ്രത്യേകിച്ചും BJP വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യമുണ്ട്, JDS-ഉം വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ബസവരാജ് ബൊമ്മയൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ഒരു തിരിച്ചടി അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യെദ്യൂരപ്പ പറഞ്ഞത് 2 സീറ്റിൽ നിന്ന് തുടങ്ങിയതാണ്, അത് നിലവിൽ പ്രശ്നങ്ങളില്ല, ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, അതിജീവിക്കും എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രചാരണമായിരുന്നു കർണാടകയിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും 19 റോഡ് ഷോകളിലും മറ്റുമാണ് നരേന്ദ്രമോദി പങ്കെടുത്തത്. വലിയ തിരിച്ചടി കർണാടകയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. സ്വാഭാവികമായും BJP കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? JDS-ന്റെ കാര്യം കൂടി, JDS-ന്റെ കാര്യം പറയുകയാണെങ്കിൽ 37 സീറ്റിൽ നിന്ന് 19 സീറ്റിലേക്ക് ചുരുങ്ങിയ സാഹചര്യം. ഓൾഡ് മൈസൂരിൽ വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 2 പാർട്ടികളുടെയും നിലവിലെ ഒരു വിലയിരുത്തൽ കൂടി എങ്ങനെയാണ്? വിശദമായ ചർച്ചകളിലേക്ക് ഈ പാർട്ടികൾ കടക്കുന്നതേ ഉള്ളൂ. പക്ഷേ പ്രാഥമികമായി ഇവരുടെ രണ്ടുപേരുടെയും കോർ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണു എന്നുള്ളതാണ് ഈ പരാജയത്തിന്റെ അടിസ്ഥാനം. അതായത് BJP-യുടെ കോർ വോട്ട് എന്ന് പറയുന്നത് ലിംഗായത്ത് വോട്ടുകളാണ്. പ്രത്യേകിച്ച് ബോംബെ കർണാടക മേഖലയിലാണ് കഴിഞ്ഞ തവണയും ബോംബെ കർണാടക മേഖലയിലൊപ്പം തന്നെ മധ്യ കർണാടകയിലുമായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവർ നേടുകയും ചെയ്തു. അപ്പോൾ ആ 2 മേഖലയിലും വലിയ തിരിച്ചടി ഇത്തവണ ഉണ്ടാവുകയും ചെയ്തു BJP-യെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈ ലിംഗായത്ത് വിഷയത്തിൽ അത് പരിഹരിക്കാൻ കഴിയാതെ പോയത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തൽ സ്വാഭാവികമായും പാർട്ടിക്കുണ്ട്. സംസ്ഥാന ഘടകത്തിനെങ്കിലും അത്തരം അഭിപ്രായമുണ്ട്. JDS-ന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വൊക്കലിഗ ബെൽറ്റാണ് അവരുടെ ശക്തി കേന്ദ്രം. ഓൾഡ് മൈസൂരു മേഖലയിലാണ് ഈ വൊക്കലികൾ കൂടുതലായുള്ളത്. അപ്പോൾ അവിടേക്ക് സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ 27 അവർ വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ മൊത്തം നോക്കുമ്പോൾ പോലും അതിൻ്റെ അത്രത്തോളം സീറ്റ് JDS-ന് ലഭിക്കുന്നില്ല. അപ്പോൾ അവരുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീണു എന്നൊരു അഭിപ്രായം പ്രാഥമികമായി തന്നെ JDS നേതാക്കൾക്കുണ്ട്. അതായത് കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രം അടക്കം അവിടെ ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണുള്ളത്. ഇതിന് പുറമെ BJP-യും സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ പോലും BJP-യിലേക്കും ചില വോട്ടുകൾ പോയി എന്നൊരു അഭിപ്രായ പ്രകടനങ്ങൾ JDS നേതാക്കൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വലിയ ചർച്ചകളിലേക്ക് ഈ പാർട്ടികൾ കടക്കേണ്ട ഘട്ടമാണ്. കാരണം ഓൾഡ് മൈസൂർ മേഖലയിൽ സാധാരണ വൊക്കലിക ഭൂരിപക്ഷ മേഖല, ഈ മേഖല JDS-നെയാണ് എല്ലാ കാലത്തും തുണച്ചു പോരുന്നിരുന്നത്. HD ദേവഗൌഡയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാവ്. അപ്പോൾ ആ വോട്ട് ബാങ്കിലേക്ക് കഴിഞ്ഞ ഏതാണ്ട് 1 വർഷമായി കോൺഗ്രസ് നടത്തിയ പ്രചാരണം അത് ഗുണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ചർച്ചകളിലേക്കും വിലയിരുത്തലിലേക്കും JDS കടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് തന്നെ അവരുടെ യുവജന വിഭാഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ നിഖിൽ കുമാരസ്വാമി അടക്കമുള്ളവർ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ഏതായാലും അത്തരം ചർച്ചകളിലേക്ക് JDS-ഉം BJP-യും വരും മണിക്കൂറുകൾ കടക്കുക തന്നെ ചെയ്യും. യെസ്, മനുവിലേക്ക് ഒരിക്കൽ കൂടി. മനു, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബസവരാജ് ബൊമ്മയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള പരീക്ഷണം അത് വിജയം കണ്ടില്ല എന്നത് വേണം ഈ BJP-യുടെ കർണാടകയുടെ ഇപ്പോഴത്തെ പരാജയത്തിന്റെ ഒരു കാരണമായി വിലയിരുത്തുമ്പോൾ വരുന്നത്. കാരണം ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ല, ഒരു ഐക്കണായി സംസ്ഥാനത്ത് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന നേതാവായി ബൊമ്മ മാറിയില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ട്, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെ അവിടെ പ്രചരണം നയിക്കേണ്ടി വന്നു, അവരെ തന്നെ ഐക്കണായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് നയിക്കേണ്ടി വന്നു എന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ കോൺഗ്രസിന്റെ സംസ്ഥാന വാദങ്ങൾക്ക് മറുപടി കൊടുക്കാൻ BJP-ക്ക് കഴിയാതെ പോയത് എന്ന രാഷ്ട്രീയ വിശകലനമൊക്കെ ഇന്നലെ തൊട്ട് പുറത്തു വരുന്നതുമുണ്ട്. അപ്പോൾ ഇനി BJP ഏതു തരത്തിലുള്ള ഒരു തിരുത്തൽ നടപടിക്കായിരിക്കും കർണാടകയിൽ തയ്യാറെടുക്കുക? അവിടെ നേതൃതലത്തിൽ പാർട്ടിയിൽ അഴിച്ചുപണി അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാകുമായിരിക്കും, അല്ലേ മനു? BJP ഇത് ഗൗരവമായി ചിന്തിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ BJP-ക്ക് അവർ ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് ഒരു പ്രതികരണം അവർക്കുണ്ടായിരുന്നു.
പക്ഷേ അവർക്ക് ഈ 10-30,000 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് അവർക്ക് അവിടെ ഒരു ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെയുള്ളൊരു താഴെത്തട്ടിൽ നിന്നുള്ള ചില അഭിപ്രായങ്ങൾ വന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചില കണക്കുകൂട്ടലുകൾ വന്നപ്പോൾ ഒരുപക്ഷെ ഒരു സിമ്പിൾ മെജോറിറ്റിക്കെങ്കിലും എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്ര കനത്ത ഒരു പരാജയം BJP ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവിടെ BJP ആകെ പ്രതീക്ഷിച്ചത് ഈ കോസ്റ്റൽ കർണാടക അവർക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. ലിംഗായത്തുകൾ ഒരു കാരണവശാലും BJPയെ വിട്ടുപോകില്ല, നേതാക്കൾ പോയാലും പോകില്ല എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു തിരിച്ചടി സെൻട്രൽ കർണാടകയിലായിരുന്നു. ആ സെൻട്രൽ കർണാടകയിൽ കനത്ത തിരിച്ചടി അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ സെൻട്രൽ കർണാടകയിൽ 21 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് അത് 7 ചുരുങ്ങി. അത്ര ഒരു പക്ഷേ അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ പഴയ ആളുകൾക്കെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഒഴിവാക്കാൻ കുറേ ആളുകളെ മാറ്റി പുതിയ ആളുകളെ പ്രതിഷ്ഠിക്കുന്ന രീതി ഒന്ന് പരിശോധിച്ചു, അത് പരാജയപ്പെട്ടു. മറ്റൊരു കാര്യം, ഈ BL സന്തോഷിൻ്റെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, ഏതെങ്കിലും സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് വേണ്ട, ഒരു ഹിന്ദു ഐക്യം എന്ന തരത്തിലേക്ക് വേണം പാർട്ടി, അതാണ് പാർട്ടിയുടെ ഒരു ആശയധാര. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണം, അല്ലാതെ ഓരോ സമുദായങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി വേണ്ട എന്നൊക്കെയുള്ള ആ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. കാരണം കർണാടക സമൂഹം എന്ന് പറയുന്നത് ഇത്തരം സമുദായങ്ങളുടെ കൂടി ഒരു കേന്ദ്രമാണ്. നമ്മളും ഈ ചർച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കിയ സമയം തൊട്ട് തന്നെ ഇതിൻ്റെ ഒരു സമുദായങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള വിശകലനങ്ങളിലേക്കാണ് പോയത്. അങ്ങനെ ആ കാര്യം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പ്രധാന ഘടകം ഈ SC വിഭാഗത്തിൻ്റെ പിന്തുണ വേണ്ട രീതിയിൽ ആർജിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിലയിരുത്തൽ BJPക്ക് അകത്തുണ്ട്. കാരണം നേരത്തെ നമ്മൾക്കറിയാം ഈ 2 വിഭാഗം SCകളാണുള്ളത്, ഇടംകൈയും വലംകൈയും. അപ്പോൾ ഒരു വിഭാഗം അത് SCകൾ കോൺഗ്രസിൻ്റെ വലംകൈ SC വിഭാഗങ്ങൾ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. മറുവിഭാഗത്തെ സ്വാധീനിക്കാനുള്ള ശ്രമം വളരെ ശക്തമായി നടന്നു, പക്ഷേ അത് വിജയിച്ചില്ല. ഓൾഡ് മൈസൂരുവിൽ BJPയുടെ ഒരു കണക്കുകൂട്ടൽ ദേവേഗൗഡയ്ക്കാണ് കൂടുതൽ ആഭിമുഖ്യം. അദ്ദേഹം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ HD കുമാരസ്വാമിക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ അവിടെ ഒരു വിള്ളലുണ്ടാക്കി ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടത്ര ഫലം കണ്ടില്ല. ദേവേഗൗഡ തൻ്റെ പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പ്രചരണത്തിന് അവിടെ വന്നു എന്നത് ഒരു ചെറിയ അളവ് വരെ ആ വോട്ടുകൾ ഭിന്നിക്കുന്നതിന് തടയിട്ടു. ഒപ്പം തന്നെ ഭിന്നിച്ച വോട്ടുകളാകട്ടെ അത് കോൺഗ്രസ് പാളയത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒന്നും എല്ലായിടത്തും എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടു എന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം. അതെങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ച് വലിയ തിരുത്തൽ നടപടികൾ ആവശ്യമായി വരും. നേതൃത്വത്തിൽ അതിനെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകളുണ്ടാവും. BJP ദേശീയ ജനറൽ സെക്രട്ടറി CT രവി ചിക്കമംഗലൂരിൽ തോൽക്കുകയാണ്. അപ്പോൾ എത്രയോ അത്ര ശക്ത കേന്ദ്രമാണ് എന്നൊക്കെ കരുതുന്ന ഇടത്താണ് പരാജയം സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ വിലയിരുത്തണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു കൂടിയാലോചനകൾ ഉണ്ടാകും. അത് എനിക്ക് തോന്നുന്നത് അമിത്ഷാ തന്നെ നേരിട്ടെത്തി ഈ വിഷയങ്ങൾ പരിശോധിച്ച് ഒരു തിരുത്തൽ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് കരുതുന്നത്. പ്രഭാത കേരളം അങ്ങനെ തുടരുകയാണ്. നമ്മൾ ഈ ലഹരിവേട്ട എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അറബിക്കടലിലുണ്ടായ 15,000 കോടി രൂപയുടെ ലഹരിവേട്ടയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിവേട്ടയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അതെ, അതായത് രാജ്യത്തെ തന്നെ വലിയ ലഹരിവേട്ടകളിലാണ് സംഭവിച്ചത്. അതായത് പുറംകടലിൽ നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിൽ നിന്നാണ് ഇത്ര വലിയൊരു ലഹരി പിടിച്ചത്. പക്ഷേ ഈ പരിശോധനയ്ക്കിടെ 2 ബോട്ടുകൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. ഇവർക്ക് വേണ്ടിയുള്ള പരിശോധനയും ശക്തമാക്കുകയാണ്. എന്തായാലും ഇനിയും അങ്ങേയറ്റം ചോദ്യങ്ങൾ അവശേഷിക്കുന്ന ഒരു വിഷയമാണ്. ലഹരി കടത്തിയത് എങ്ങോട്ടേക്കാണ്, ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നാണ്, കേരളത്തിലെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. നമുക്കിതിൻ്റെ വിശദാംശമാണ് ഇന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടത്. നമുക്കിപ്പം ഡാനി പോൾ, ഒപ്പം തന്നെ ഡാൻ കുര്യൻ ചേരുന്നു. ആദ്യം ഡാനിയിലേക്ക്. ഡാനി തന്നെയാണ് ഇന്നലെ ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തത്. വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. കാരണം നമുക്കൊരു പക്ഷേ സങ്കല്പിക്കാൻ കഴിയുന്നതും അപ്പുറമുള്ള ഒരു വലിയ ലഹരി കടത്താണ് നടന്നത്. ഇതെങ്ങോട്ടേക്കായിരുന്നു, ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം അല്ലെങ്കിൽ അതിൻ്റെ തുടർ നീക്കങ്ങളൊക്കെ ഏതു തരത്തിലാണ് അവർ വിശദീകരിക്കുന്നത്? ഇന്ന് ഈ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണോ ഡാനി? സജിത, ഇന്നലെ പിടികൂടിയ ലഹരി മരുന്ന് അത് സത്യത്തിൽ
എവിടേക്ക് ലക്ഷ്യം വെച്ച് പോകുന്നു എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തയ്യാറായിട്ടില്ല ഇതുവരെയും. കാരണം ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരം വസ്തുതാപരമായ ഒരു വിശദീകരണത്തിലേക്ക് തങ്ങൾ പോകുന്നില്ല. അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച വലിയ രീതിയിലൊരു അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം ഇതിൽ ഒരു പാകിസ്ഥാൻ പൗരൻ മാത്രമാണ് ഇപ്പോൾ ഇവരുടെ പിടിയിലായിട്ടുള്ളത്. പക്ഷേ അതിൽ കൂടാതെയും മറ്റുള്ളവർ കൂടി ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടവരുണ്ട്, ചെറു ബോട്ടുകൾ രക്ഷപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ളൊരു തിരച്ചിൽ ആഴക്കടലിൽ വളരെ കാര്യമായിട്ട് തന്നെ നടക്കുന്നു. കാരണം ഇവരെ കൂടി ഇതിൻ്റെ ഭാഗമാണ്, അവരെ കൂടി പിടികിട്ടാനുണ്ട്. പ്രത്യേകിച്ച് ഇത് ഏത് തീരങ്ങൾ എന്നതിനപ്പുറം ഇതിൻ്റെ ഒരു ട്രാഫിക് ഇത് കടലിനകത്ത് വെച്ച് തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന ഒരു രീതിയാണ്. കാരണം മറ്റ് ചെറു ബോട്ടുകളിലേക്കും മറ്റും എത്തിച്ചുകൊണ്ട് കൈമാറുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ ഇത്തരം വലിയ ഡ്രഗ് കാർട്ടലുകൾ ചെയ്തു പോരുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ തീരങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കുറേ കൂടി അകലെയുള്ള തീരങ്ങൾ, അതിർത്തികൾ, അതോടൊപ്പം തന്നെ മാലദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ ഇവിടങ്ങളിലെല്ലാം തന്നെ ആ മേഖലകളിലൂടെ ഇത് സഞ്ചരിക്കുന്നു. ആ ഒരു റൂട്ടിലാണത് പോകുന്നത്. അപ്പോൾ ഇത്തരം ഈ ഇടങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും അവർ ലക്ഷ്യം വെച്ചിരുന്നത്. അവർക്ക് അവിടെ ഇടപാടുകാരുണ്ടാവും. അപ്പോൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ളൊരു വിവരങ്ങൾ, അതോ ഈ കടത്തുകാർ മാത്രമാണോ, കൂടുതൽ വിശദാംശങ്ങൾ ഇവർക്കറിയുമോ എന്ന കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണം അത് നടത്തി വരികയാണ്. ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും, കൂടുതൽ പേർ കസ്റ്റഡിയിലാകും എന്നൊരു കാര്യമാണ് ഇന്നലെ അവർ പറഞ്ഞത്. കാരണം ഇതുകൊണ്ട് ആയില്ല, ഒരാൾ മാത്രമാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് പിടിയിലായിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവർ, മറ്റ് ബോട്ടുകളിലും മറ്റും രക്ഷപ്പെട്ടവരെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതലായിട്ടുള്ളൊരു അന്വേഷണം അടക്കം നടത്തേണ്ടതുണ്ട്. പിന്നെ ഇന്നലെ ആ ഒരു ഒറ്റ ക്യാച്ചിങ്ങിൽ മാത്രം 2500 കിലോ മെത്താഫെറ്റാമിനാണ് പിടികൂടുക. പക്ഷേ ഇത് കുറേയൊക്കെ അവർ ഈ അന്വേഷണ സംഘം എത്തുന്നു, തങ്ങൾ പിടിക്കപ്പെടുന്നു എന്ന് മനസ്സിലായ ഘട്ടത്തിൽ കടലിലേക്ക് എറിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഇതിനും കൂടിയാണ്. സ്വാഭാവികമായും അന്താരാഷ്ട്ര ബന്ധങ്ങൾ തന്നെ അത്തരം ആളുകൾക്കാണ് ഈ രീതിയിലേക്ക്, വലിയ രീതിയിലേക്കുള്ളൊരു കടത്ത് നടത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധിയായ അന്വേഷണങ്ങൾ ദേശീയ ഏജൻസികൾ തന്നെയായിരിക്കും കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത് അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് മക്രാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഒരു തീരത്തു നിന്നാണ് ഇത് പുറപ്പെടുന്നു എന്നതാണ് അവർ അനുമാനിക്കുന്നത്. അത്തരമൊരു വിവരമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് സംബന്ധിയായ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. കൂടുതൽ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് ഇതിനു മുൻപും എത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെയാണ് ഈ സമീപ ദിവസങ്ങളിലടക്കം മറ്റ് സ്ഥലങ്ങളിൽ പിടിയിലായിട്ടുള്ള, പ്രത്യേകിച്ച് സമാന രീതിയിലുള്ള ലഹരി വസ്തുക്കളുമായി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പിടിയിലായിട്ടുള്ള വിമാനത്താവളങ്ങൾ, മറ്റിടങ്ങളിലൊക്കെ പിടിയിലായിട്ടുള്ളവരുടെ ഒരു ഹിസ്റ്ററിയും അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും പരസ്പര ബന്ധമുള്ളവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം മുൻപ് മെത്താഫെറ്റമിൻ്റെ മറ്റൊരു വകഭേദം ആംഫെറ്റമിനായിട്ട് മാലി സ്വദേശിയെ നെടുമ്പാശ്ശേരിയിലടക്കം നെടുമ്പാശ്ശേരിയിൽ പിടികൂടുന്നു. 40 ലക്ഷത്തോളം രൂപയുടെ ലഹരി മരുന്ന് ഇയാളിൽ നിന്നടക്കം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഈ സമാനമായ കേസുകൾ മറ്റിടങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ അത്തരം ഈ ഡ്രഗ് ട്രാഫിക് കേസുകളടക്കം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീലങ്ക, മാലദ്വീപ്, ഇന്ത്യ, അതിൽ കേരളത്തിൻ്റെ ഒരു തീരങ്ങൾ, ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു വലിയ രീതിയിലൊരു സഞ്ചാരപഥം എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായ രീതിയിലുള്ളൊരു പരിശോധനകൾ ഇപ്പോൾ നേരത്തെ ഈ ആഴക്കടൽ മേഖലയിൽ അടക്കം നടത്തിയിരുന്നു. ഇവരെ രക്ഷപ്പെട്ടത് എങ്ങനെ, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച പരിശോധന നേവിയുടെ സഹായത്തോടക്കം നടത്തിയിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല. രഹസ്യമായി തന്നെയാണ് ആ ഒരു അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. പിടിയിലായ പാകിസ്ഥാൻ സ്വദേശിയെ അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിലടക്കം ഹാജരാക്കുമെന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. സജിത്ത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട്. എന്നാലും വലിയൊരു ലഹരിവേട്ട, 17,000 കോടി രൂപയുടെ ലഹരിവേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. NBC അടക്കം അന്വേഷണം നിലവിൽ പുരോഗമിച്ചു വരുന്ന സാഹചര്യം കൂടിയാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. വലിയൊരു ലഹരിവേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോ NBC ഒന്നും പുറത്തുവിടുന്നില്ല. രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഒരു പാകിസ്ഥാൻ പൗരൻ അറസ്റ്റിലായ എന്ന വിവരം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഈ
നാഷണൽ ഏജൻസികളുടെയൊക്കെ നീക്കം ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ്? കേരള തീരത്ത് കൂടിയാണ് ഇത്ര വലിയൊരു ലഹരി കടത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ 15,000 കോടി രൂപയുടെ പിടിച്ചിട്ടുണ്ട്. ഇനിയും എത്ര പിടിക്കാനുണ്ട് എന്ന ചോദ്യം മറ്റൊരു വശത്ത് നിൽക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ സംസ്ഥാനം കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ അങ്ങേയറ്റം ശക്തമാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും തെളിവുകളും ഒക്കെ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേശീയ ഏജൻസികളുടെ നീക്കം ഇപ്പോൾ ഏത് തരത്തിലാണ് ഡാൻ? ഇത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് സജിത്ത് ആൻഡ് രജനി. ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഇന്നലെ കൊച്ചി തീരത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അത്രമാത്രം ഗൗരവത്തോടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ നോക്കിക്കാണുന്നത്. ഇതിൽ നമുക്ക് NCB വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം 5 ബോട്ടുകളിലായിട്ടാണ് ഇത്തരത്തിൽ ഈ പാകിസ്ഥാനിൽ നിന്ന് ഈ ലഹരി ഇവിടേക്ക് കടത്തിക്കൊണ്ട് വന്നതെന്നും അതിൽ 3 ബോട്ടുകൾ പിടികൂടിയിട്ടുണ്ട് എന്നുമുള്ള കൃത്യമായ വിവരങ്ങൾ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ രക്ഷപ്പെട്ടു പോയ മറ്റ് 2 ബോട്ടുകളിൽ കൃത്യമായി ഇത്തരത്തിൽ ലഹരി നിറച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെറ്റാഫെറ്റമൈനും ഹെറോയിനും ഉൾപ്പെടെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നെന്നും ഇരുട്ടിന്റെ മറവിൽ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് ഈ 2 ബോട്ടുകളാണെന്നും ഈ 2 ബോട്ടുകളിൽ മറ്റ് ആളുകൾ, അതായത് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പാക് പൗരൻ എന്ന് സംശയിക്കുന്ന ആൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ ഈ 2 ബോട്ടുകളിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നേവിയും ഒപ്പം തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ബാക്കിയാകുന്നത്. ഒന്ന്, പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഈ പാക് പൗരൻ എന്ന് സംശയിക്കുന്നയാളെ പ്രാഥമികമായി ചോദ്യം ചെയ്യുന്ന ലഭ്യമായിരിക്കുന്ന സൂചനകൾ പ്രകാരം ശ്രീലങ്ക ലക്ഷ്യമായി മുമ്പോട്ട് പൊക്കൊണ്ടിരുന്ന ഒരു കൺസൈൻമെന്റ് ആണ് ഇത് എന്നൊരു സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ശ്രീലങ്ക മാത്രമാണോ? അതായത് മുൻപ് ഡാനി സൂചിപ്പിച്ച പോലെ കടലിൽ വെച്ച് തന്നെ, സമുദ്രത്തിൽ വെച്ച് തന്നെ ഇത് വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ലഹരി മരുന്ന് വിവിധ ബോട്ടുകളിലായി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തിരുന്ന ഒരു പ്രത്യേക തന്ത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിപണനത്തിന്. ആ തന്ത്രത്തിന്റെ ഭാഗമായി കേരള തീരത്തും സമാനമായ രീതിയിൽ മെറ്റാഫെറ്റമൈനും ഹെറോയിനും ഹാഷിഷ് ഓയിലും ഉൾപ്പെടെ കടലിൽ വെച്ച് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ കേരള തീരത്ത് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നോ? ഈ ഒരു ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് യാതൊരു വിശദാംശങ്ങളും അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ പങ്കുവെക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ശരി, ഡാൻ കുര്യനും ഡാനിയുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്നില്ല. ഒരു പാകിസ്ഥാൻ പൗരൻ മാത്രമാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങൾ ഉണ്ടാവുമോ, കൂടുതൽ ലഹരി പിടികൂടുന്ന സാഹചര്യം വരും ദിവസങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കടൽ മാർഗം കടത്തിക്കൊണ്ടുവരുന്ന ലഹരി മരുന്നുകൾ പിടിച്ചെടുക്കുന്ന സമീപകാലത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുംബൈ, ഗുജറാത്ത്, കേരള തീരത്ത് വെച്ച് ഇത്തരത്തിൽ കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ മിക്കതിന്റെയും വേരുകൾ നീളുന്നത് പാകിസ്ഥാനിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ തീവ്രവാദ സ്വഭാവമുണ്ടോ എന്നതും അന്വേഷണ ഏജൻസികളെ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. മാർച്ച് 25 300 കിലോ ഹെറോയിനുമായി പോവുകയായിരുന്ന ടെവിഹൻസി എന്ന ശ്രീലങ്കൻ ബോട്ട് കേരള തീരത്തിനടുത്ത് തീരസംരക്ഷണ സേന പിടികൂടിയിരുന്നു. പ്രതികളിൽ നിന്ന് 5 AK-47 തോക്കുകൾ, 1000 തിരകൾ എന്നിവയും കണ്ടെത്തി. ആയുധങ്ങളുമായി വിദേശ പൗരന്മാർ പിടിയിലായതിനാൽ കേസ് പിന്നീട് NIA ഏറ്റെടുത്തു. 2022 ഫെബ്രുവരിയിൽ ഗുജറാത്ത് തീരത്ത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും നേവിയും നടത്തിയ സംയുക്ത റെയ്ഡിൽ 760 കിലോഗ്രാം ലഹരിമരുന്ന് പിടികൂടി. അന്താരാഷ്ട്ര വിപണിയിൽ 2000 കോടി രൂപ വില വരുന്ന ലഹരിമരുന്നുകളാണ് അന്ന് പിടിച്ചത്. 529 ഹാഷിഷ്, 234 കിലോ ക്രിസ്റ്റൽ രൂപത്തിലുള്ള മെതാംഫെറ്റാമിൻ, ഹെറോയിൻ എന്നിവ പിടിച്ചെടുത്തു. ഏപ്രിലിൽ വീണ്ടും ഗുജറാത്തിൽ കോടികളുടെ ലഹരിവേട്ട നടന്നു. കാൺലയിൽ നിന്നും 205.6 കിലോ ഹെറോയിനാണ് പിടികൂടിയത്. ഇത് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ജാഖവ് തുറമുഖത്ത് നിന്ന് 280 കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ചെടുത്തു. പാകിസ്ഥാൻ പൗരന്മാരുടെ അൽഹാജ് എന്ന ബോട്ട് തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്നുകൾ കണ്ടെത്തിയത്. 9 പാകിസ്ഥാൻ പൗരന്മാർ അന്ന് പിടിയിലായി. 2022 മെയ്യിൽ കൊച്ചി പുറംകടലിൽ 1000 കോടിയോളം വിലമതിക്കുന്ന ഹെറോയിൻ പിടികൂടി. 220 കിലോ ഹെറോയിനാണ് കോസ്റ്റ് ഗാർഡും റവന്യൂ ഇന്റലിജൻസും പിടിച്ചെടുത്തത്. അഫ്ഗാനിസ്ഥാനിൽ ഉത്പാദിപ്പിച്ച ഹെറോയിൻ കന്യാകുമാരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് സൂചന. ഒക്ടോബറിൽ കൊച്ചി, ഗുജറാത്ത്, മുംബൈ തീരങ്ങളിൽ വൻ ലഹരിവേട്ട നടന്നു.
ഇന്ത്യൻ മഹാസമുദ്രം വഴി കടത്താൻ ശ്രമിച്ച 1200 കോടി രൂപ വില വരുന്ന 200 കിലോ ഹെറോയിനാണ് കേരള തീരത്ത് പിടിച്ചത്. 6 ഇറാൻ സ്വദേശികൾ അന്ന് അറസ്റ്റിലായി. ലഹരി കടത്തിയത് പാക് ലഹരി മാഫിയയ്ക്ക് വേണ്ടിയെന്ന് ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വീനാപ്പിൾ ഇറക്കുമതി എന്ന വ്യാജേന കൊണ്ടുവരികയായിരുന്ന 502 കോടി രൂപ വില വരുന്ന 50 കിലോ കൊക്കൈനാണ് മുംബൈയിൽ റവന്യൂ ഇന്റലിജൻസ് പിടിച്ചത്. 1476 കോടി രൂപയുടെ ലഹരിമരുന്ന് കടത്തിയതിന് റിമാൻഡിലായിരുന്ന കൊച്ചി അയ്യമ്പുഴ സ്വദേശി ബിജിൻ വർഗീസിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അറസ്റ്റ് ചെയ്തിരുന്നു. ഹെറോയിനുമായാണ് പാകിസ്ഥാൻ ബോട്ട് ഗുജറാത്ത് തീരത്ത് പിടികൂടിയത്. അൽസാക്കർ എന്ന ബോട്ടിൽ നിന്ന് അന്താരാഷ്ട്ര വിപണിയിൽ 350 കോടി രൂപ മതിക്കുന്ന 50 കിലോഗ്രാം ഹെറോയിൻ കണ്ടെത്തി. ബോട്ടിലുണ്ടായിരുന്ന 6 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ മാർച്ചിലും ഗുജറാത്ത് തീരത്ത് 425 കോടിയുടെ ഹെറോയിൻ പിടിച്ചു. ഈ കേസുകളിലെല്ലാം അന്വേഷണം നീളുന്നത് പാകിസ്ഥാൻ ലഹരി മാഫിയയിലേക്കാണ്. കേരളവും അവരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണെന്നാണ് സമീപകാലത്തെ ലഹരിവേട്ടകൾ സൂചിപ്പിക്കുന്നത്. തീർത്തും ആശങ്കാജനകമാണ് ഈ വസ്തുതകൾ. തീരദേശത്തടക്കം പരിശോധനകൾ വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യെസ്, അങ്ങേറ്റം ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണുള്ളത്. കാരണം തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ ശക്തമാണ്. അതിൽ വലിയ പരിശോധന ഈ ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ വന്ദന കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ ഓഫീസർക്കെതിരെ അവിടെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PG ഡോക്ടർമാർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ആ കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വന്നേക്കുമല്ലേ? നമുക്കൊപ്പം ചേരുന്ന ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന്. വീണ്ടും ഡാൻ, നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ വന്ദന കേസാണ്. വന്ദന കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഇങ്ങനെ ചർച്ച ചെയ്തു വരികയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ PG ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഉയരുന്നത്. കാരണം PG ഡോക്ടർമാർ മാത്രം ഇത്തരം ഡ്യൂട്ടിക്കിരിക്കുകയും അവർക്ക് ഇതിൻ്റെ പഴികൾ മുഴുവൻ കേൾക്കുകയും ഇതിൻ്റെ അക്രമം തന്നെ നേരിടേണ്ടി വരുന്ന അവസ്ഥ അവർക്ക് മാത്രം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും PG ഡോക്ടർമാരുടെ ആവശ്യത്തിന്മേൽ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്ന് കേൾക്കുന്നു. ഇന്ന് അന്വേഷണം പ്രഖ്യാപിക്കുമോ? എന്ത് നീക്കമായിരിക്കും ഇന്ന് ഉണ്ടാവുക? ഡാൻ, സജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ജൂനിയർ ഡോക്ടർമാർ, അതായത് മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ഹൗസ് സർജന്മാരടക്കം കൃത്യമായി മുമ്പോട്ട് വെക്കുന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. അവർ മാധ്യമങ്ങളിലൂടെ അത് പരസ്യമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ അവർ ഡ്യൂട്ടിയിലുള്ള സമയത്ത് മറ്റ് മെഡിക്കൽ സൂപ്രണ്ടിൻ്റെയോ സീനിയർ ഡോക്ടർമാരുടെയോ സേവനം പല സ്ഥലങ്ങളിലും ഇല്ലാതാകുന്നത് അവരുടെ ജോലി സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ ജോലിയിൽ അമിതഭാരം ഉണ്ടാകുകയും അത്തരത്തിലുള്ള അത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അവ്യക്തത ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം കുറേ അധിക നാളുകളായി നിലനിൽക്കുകയാണ്. ഈ കാര്യം അവർ പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. അതിന് ഒടുവിലത്തെ ഇരയായി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസ്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഇനി അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനകൾ അടക്കം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നേരിട്ട് കണ്ട് അവർ തങ്ങളുടെ ആശങ്കകൾ വ്യക്തമാക്കിയിരിക്കുന്നത്, പങ്കുവച്ചിരിക്കുന്നത്. അതായത് അന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജൂനിയർ ഡോക്ടർമാർ ആരോഗ്യമന്ത്രിയെ കണ്ടിരിക്കുന്നത്. ഈ സന്ദീപിനെ, അതായത് അധ്യാപകൻ കൂടിയായ സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഹൗസ് സർജനായ ഡോക്ടർ വന്ദനദാസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും അവിടെ മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു ഈ പരിശോധനകൾ നടത്താൻ. പക്ഷേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായില്ല. അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും അവിടെ ഉണ്ടായുമില്ല. ഹൗസ് സർജനായ ഡോക്ടർ വന്ദനദാസിൽ മാത്രം ഈ ചുമതലകൾ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം നേരിടുന്നതിൽ വന്ദനദാസിന് പൂർണ്ണമായി, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായി അങ്ങ് നേരിടാൻ കഴിയുമില്ല. അത് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് ഇനിയും ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തരമായ നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. തങ്ങൾ ഈ ഒരു നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നത് എന്ന കാര്യമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഒരുപക്ഷെ ഈ മെഡിക്കൽ ഓഫീസർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാൻ, വകുപ്പ് തല നടപടി ഉണ്ടാകാൻ, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സജിത്ത്. യെസ് ഡാൻ, ഒരു കാര്യം കൂടി ഡാൻ ഉള്ളത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു സർക്കാർ നടത്തിയത്. ഓർഡിനൻസ് കൊണ്ടുവരും. കാരണം ദീർഘനാളുകളായിട്ടാണ് ഡോക്ടർമാർക്കെതിരായ അതിക്രമം തടയാൻ നിയമം വേണമെന്ന ആവശ്യമുണ്ടായിരുന്നത്. പക്ഷെ അത് നീണ്ടുപോയി. ഒടുവിൽ വന്ദനദാസിന്റെ മരണം വരെ സംഭവിക്കുന്നതു.
ഇതിനുശേഷം സർക്കാർ ഓർഡിനൻസ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിന്റെ നടപടിയിലേക്ക് എപ്പോൾ പോകും? കാരണം മന്ത്രിസഭാ യോഗം, ഏറ്റവും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നടപടി എന്നതായിരുന്നു പ്രഖ്യാപനം. എപ്പോഴേക്കും നമുക്ക് ഈ നടപടിക്രമങ്ങൾ പ്രതീക്ഷിക്കണം? ആരോഗ്യവകുപ്പ് ഇതിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടോ? ഇതിന്റെ ഒരു കരട് രൂപം തയ്യാറായിട്ടുണ്ടോ? സജിത്ത്, അതായത് വരുന്ന ബുധനാഴ്ച ആയിരിക്കാം ഇനി മന്ത്രിസഭാ യോഗം ചേരാൻ സാധ്യത. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി, ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവരൊക്കെ ഉൾപ്പെട്ട ഒരു സമിതി കൃത്യമായി തന്നെ ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും KGMOയും ഒക്കെ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആശങ്കകൾ കൃത്യമായി അവർ പഠിച്ചു വരികയാണ്. ആ ഉറപ്പിന്മേലാണ് അന്ന്, അതായത് അവർ മുമ്പോട്ട് വെച്ച ആശങ്കകളിൽ കൃത്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇത്തരത്തിൽ ഡോക്ടർമാരെയും ആശുപത്രികളെയും ആക്രമിക്കുന്നതിനെതിരെ കൃത്യമായ നടപടി ഉറപ്പാക്കുമെന്ന തരത്തിൽ സർക്കാർ ഔദ്യോഗികമായി നൽകിയ ഉറപ്പിന്മേലാണ് അവർ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് അവർ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കാൻ കഴിയില്ല. ദിവസങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് പുറത്തിറങ്ങുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന ബുധനാഴ്ച ആയിരിക്കാം മന്ത്രിസഭാ യോഗം ചേരുക. അങ്ങനെയാണെങ്കിൽ ആ ബുധനാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഈ ഓർഡിനൻസിന്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ശരി, ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഓർഡിനൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ മെഡിക്കൽ ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടി ഇന്ന് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരും. ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്ത കൊല്ലത്ത് നിന്ന് വരികയാണ്. കൊല്ലത്ത് പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചയാൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന വാർത്തയാണ്. മദ്യപിച്ച് ലക്കുകെട്ട ഇയാൾ ആക്രമിക്കുമെന്ന ഭയത്താൽ വൈദ്യപരിശോധന നടത്താൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ച സാഹചര്യം കൂടിയുണ്ട്. ഈ വന്ദന കേസുമായി ബന്ധപ്പെട്ട ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ കൊല്ലത്തുനിന്ന് തന്നെ ഇത്തരത്തിൽ മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഷാനോസ് ഡേവിഡാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. ഷാനോസിലേക്ക് എത്താം മാധ്യമ ദൃശ്യങ്ങളിലേക്ക്. എന്റെ ജീവിതം ഇന്ന് തീർക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും നിന്റെ ജീവിതം ഇന്ന് ഞാൻ തീർച്ചയായിട്ടും എന്റെ ജീവിതം ഇന്ന് തീർക്കുന്നു. ഞാൻ നീ വാ നീ എടു നീ തീർച്ചയായിട്ടും നിന്റെ ജീവിതം ഇന്ന് ഞാൻ തീർച്ചയായിട്ടും എന്റെ ജീവിതം ഇന്ന് തീർക്കുന്നു. ഞാൻ നീ വാ നീ എടു നീ തീർച്ചയായിട്ടും നിന്റെ ജീവിതം ഇന്ന് ഞാൻ തീർച്ചയായിട്ടും പോലീസ് എത്തിച്ച ആൾ. എന്തായാലും സ്വാഭാവികമായും വന്ദന കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു ഭീകരത ഇരട്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഷാനോസിനോട് തന്നെ ചോദിക്കാം. ഷാനോസ്, ഗുഡ് മോർണിംഗ്. ഷാനോസ്, എന്താണ് ഈ സംഭവം? കാരണം ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരാള് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്നു. അയാളെ ഈ സുരക്ഷാ സേന, പോലീസ് ഉദ്യോഗസ്ഥരടക്കം പിടിച്ചു നിർത്തിയൊക്കെയാണ്. ദൃശ്യങ്ങളിൽ ഡോക്ടറെ കാണത്തില്ല. ഡോക്ടർ ഒരുപക്ഷെ മറുവശത്താവും ഉണ്ടാവുക. എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് അടക്കം നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 5:30 ശേഷമാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അയത്തിൽ സ്വദേശി വിഷ്ണു എന്ന് പറയുന്ന ആള് മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നു. ഭാര്യയുടെ വിവരം അറിയിച്ചിട്ടാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എസ് ഐ അടക്കമുള്ള ആളുകൾ കിളികളൂർ പോലീസ് സ്റ്റേഷനിൽ അവിടെ എത്തി ഇയാളെ പിടികൂടി മെഡിക്കൽ എടുത്തെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഇയാള് ഈ വിഷ്ണുവിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്ക് മദ്യപിച്ച് ലക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നവർ തന്നെ ഇങ്ങനെ ഡോക്ടറെ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ വന്ദന കൊലക്കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് കൈകൾ അണിയിച്ചു 3 പോലീസുകാർ ഒപ്പം നിന്നുമാണ് ഈ പരിശോധനാ മുറിയിലേക്ക് കയറ്റുന്നത്. ഇയാൾ നിരന്തരമായി ഈ ഡോക്ടർമാരെ പുറത്തേക്ക് കാണിച്ചു തരാം നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ പരിശോധിക്കാൻ കഴിയില്ല എന്ന് വിസമ്മതം അറിയിച്ചു എഴുതി കൊടുത്തതാണ് അവിടെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ കഴിയുന്നത്. അങ്ങനെ പോലീസുകാർ തിരിച്ച് ഇയാളെ വീണ്ടും സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവന്നു. സുമോട്ടോ കേസ് എടുക്കുന്നു. അങ്ങനെ ജാമ്യം കൊടുത്ത് ഭാര്യയ്ക്കൊപ്പം തന്നെ വിട്ടേക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഈ വന്ദനാദാസ് കൊലക്കേസിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആശങ്കയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത്. കാരണം ഒരു സാധാരണഗതിയിൽ മദ്യപിച്ച ആളുകളെ കേരളത്തിന്റെ പതിവ് കാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ മദ്യപിച്ച ആളുകളെ കൊണ്ട് നമ്മൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോലീസുകാർ വരുന്നത് നിത്യ കാഴ്ചയാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങളിൽ പോലും ഒരു മെഡിക്കൽ എടുക്കാൻ കഴിയാത്ത വിധം ഡോക്ടർമാർ കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഭയചകിതരായി പോകുന്നൊരു കാഴ്ചയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഡോക്ടർമാർക്കോ അല്ല ആരോഗ്യ പ്രവർത്തകർക്കോ ഏതെങ്കിലും തരത്തിൽ പ്രതികളുമായി പോലീസുകാർ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്ക് ആരോഗ്യ പരിശോധന നടത്താൻ കഴിയാത്ത വിധം അവർ ഭയപ്പെട്ടു പോയിരിക്കുന്നു. വന്ദനാദാസിന്റെ കൊലപാതകം അവരെ അത്രമാത്രം ഭയപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കൊല്ലത്തെ പുതിയ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഷാനോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വന്ദന കൊലക്കേസിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പ് വീണ്ടും ഡോക്ടർമാർക്കെതിരെ ഇത്തരത്തിൽ അതും പോലീസ് തന്നെ എത്തിച്ച ഒരു പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണിയും ആ പ്രതിയുടെ പരാക്രമവുമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചി ഇൻഫോപാർക്ക് പോലീസ് സ്റ്റേഷന് സമീപം ജിയോ ഇൻഫോടെക് കമ്പനിയുടെ 2 നിലകളിലായി തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നിലയിൽ പൂർണ്ണമായും അണച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാനി പോളാണ് അവിടെ നിന്നും ചേർന്നത്. ഡാനി, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താണ് ഈ തീപിടുത്തത്തിനിടയായ കാര്യങ്ങൾ? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടി. കെട്ടിടങ്ങളുടെ സുരക്ഷ സംബന്ധിച്ചും ആശങ്കയുള്ളതായി പറയുന്നു. ഡാനി, എന്താണ് അതിന്റെ ഒരു അവസ്ഥ? എന്തായാലും ഞെട്ടിക്കുന്ന തീപിടുത്തമാണ് കഴിഞ്ഞ ദിവസം കാക്കനാട് ഉണ്ടായത്. ഒരു വലിയ കെട്ടിടത്തിന് തീപിടിക്കുന്നു. ആ തീ പിന്നീട് വലിയ ശ്രമങ്ങൾക്കൊടുവിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഉയർന്ന ഒരു ചോദ്യം, ഈ തീപിടുത്തം കെട്ടിടത്തിന്റെ സുരക്ഷ അതിന്റെ ബലക്കുറവ് വരുത്തിയിട്ടുണ്ടോ? അത് സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോഴും ഉയരുകയാണ്. കാരണം തീപിടുത്തം അതുണ്ടാക്കുന്ന ആശങ്കകൾ ചെറുതല്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി കൊച്ചിയെ സംബന്ധിച്ച് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ വാർത്ത. എന്തായാലും ഡാനിയിലേക്ക് നമ്മൾ ചേരുന്നു. ഡാനി, ഈ തീപിടുത്തം തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ കെട്ടിടത്തിന്റെ സുരക്ഷ സംബന്ധിച്ചടക്കം വലിയ ആശങ്കകൾ ഉയരുന്നുണ്ടല്ലോ. എന്താണ് അവിടുത്തെ സാഹചര്യം? അത് സംബന്ധിച്ച് എന്തെങ്കിലും പരിശോധനകളോ മറ്റോ നടക്കുന്നുണ്ടോ ഡാനി? സജിത സൂചിപ്പിച്ചൊരു കാര്യം അത് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. കാരണം ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്കകൾ ഉയരുന്നുണ്ട്. കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് സ്ഥിതി ചെയ്തിരുന്ന മേഖല എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായും അതോടൊപ്പം തന്നെ നിരവധിയായ വ്യവസായ അനുബന്ധ സ്ഥാപനങ്ങളും ഇതെല്ലാം തന്നെയുള്ള മേഖലയാണ്. ഇൻഫോ പാർക്കിന് തൊട്ട് ചേർന്നുള്ളതാണ്. കിൻഫ്രയുടെ ഭാഗത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലത്ത് ഒരു ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ എത്ര കണ്ട് പര്യാപ്തമാണ്, കാര്യക്ഷമമാണ് എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഇതിൽ ഉയർത്തുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ആ കെട്ടിടത്തിന് സ്വന്തമായി എന്ത് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നമ്മളുടെ അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടൽ വളരെ പെട്ടെന്ന് അവരവിടെ എത്തുകയും അവർക്ക് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുക എന്ന കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലേക്ക് പെട്ടെന്ന് ചെന്നെത്തിയത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെയാണ് പരിസരവാസികൾ, പ്രത്യേകിച്ച് തൊട്ടടുത്ത് ആരും തന്നെ താമസിക്കുന്നൊരു മേഖലയല്ല ഇത്. പക്ഷേ അതുവഴി കടന്നുപോയ മറ്റ് യാത്രക്കാർ ഇവരെല്ലാവരും ചേർന്ന് നിർത്തുകയാണ്. അതിനകത്ത് നിന്ന് ജീവനക്കാർ സത്യത്തിൽ പ്രാണരക്ഷാർത്ഥം നിലവിളിക്കുകയായിരുന്നു. നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത്. സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഈ ശനിയാഴ്ചയുടെ ഒരു അവധി അവർക്ക് അനുവദനീയമാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യവശാൽ ആളുകൾ അതിനകത്ത് ജീവനക്കാർ കുറവായിരുന്നു. അതിൽ ഒരു ഫ്ലോറിലുണ്ടായിരുന്ന ഏതാണ്ട് 12ഓളം പേര് മാത്രമാണ് അതിലുണ്ടായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. അവർ മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അവരെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ചില്ലുകൂടായിരുന്നു മുഴുവനായ അതിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കവർ ചെയ്യുന്നത്. ഇതെല്ലാം തകർത്തുകൊണ്ട് അത്തരം ഒരു ഗ്ലാസ് ടൈലെല്ലാം തകർത്തുകൊണ്ട് പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കാനായിട്ട് സാധിച്ചു. വളരെ പരിഭ്രാന്തരായിരുന്നു പലരും. ഈ ഇറക്കുന്ന സമയത്ത് അവർക്ക് പറ്റിയ പരിക്കുകളായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. തീ വലിയ രീതിയിലേക്ക് പടരുന്നതിന് മുമ്പ് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് വലിയ രീതിയിൽ ആശ്വാസം. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നറിഞ്ഞ് പിന്നീട് ഫയർഫോഴ്സ് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി. പലരും ഇതിന് ശേഷം ഈ അഗ്നിരക്ഷാ പ്രവർത്തകർ പലരും വളരെ ക്ഷീണിതരായി അവിടെ കുത്തിയിരിക്കുകയായിരുന്നു താഴെ വന്നത്. കാരണം അത്ര കണ്ട് അവർക്ക് അതിൽ പണിയെടുക്കേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് അവർ പറയുന്നത് അതിനകത്തേക്ക് കയറാനുള്ളൊരു സംവിധാനം, ഇതിനെല്ലാം ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ആസൂത്രണം, അത്തരമൊരു രൂപകൽപ്പന എവിടെയും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഈ വ്യവസായ മേഖല പോലുള്ള ഇത്തരം ഒരു കോറിഡോറുകളിലെല്ലാം തന്നെ ഇത്തരം സംവിധാനങ്ങൾ വേണം. ഹൈഡ്രൻ പൈപ്പുകൾ അടക്കം അകത്തേക്ക് എത്താനുള്ളൊരു സംവിധാനങ്ങളെല്ലാം വേണ്ടതാണ്.
അതെല്ലാം ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളിലൊരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് അഗ്നിരക്ഷാസേന പറയുന്നത്. എന്തായാലും അവരുടെ വക ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് അതിനകത്തുണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും അത് തുറന്നു കൊടുക്കുക. ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമികമായി ഇതിൻ്റെ ഒരു കാരണമായി കണക്കാക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധന നടക്കുകയാണ്. ഇത് ഇൻഫോ പാർക്ക് തുടങ്ങിയ കൊച്ചിയിലെ ഒരു വൻകിട കെട്ടിടങ്ങളിലെല്ലാം ഒരുപക്ഷെ എപ്പോഴും സംഭവിച്ചേക്കാവുന്നൊരു കാര്യമാണ് ഈ ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്ന അഗ്നിബാധ. അങ്ങനെയെങ്കിൽ അവിടങ്ങളിലെ രക്ഷാപ്രവർത്തനം എത്രമേൽ ദുഷ്കരമായിരിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഇന്നലെ ഉണ്ടായ തീപിടുത്തം. സജിത്ത. ഇനിയും പ്രഭാത കേരളം കടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്കാണ് പത്രവിശേഷം. രഞ്ജിത്ത് രാമേന്ദ്രനാണ് പത്രവിശേഷവുമായി ചേരുന്നത്. രഞ്ജിത്ത്, എന്താണ് ഇന്നത്തെ ദിനപത്രങ്ങളുടെ ഉള്ളടക്കം? സ്വാഭാവികമാണ്, കർണാടക വാർത്തകൾക്കായിരിക്കും പ്രാമുഖ്യം. എന്നെങ്ങനെയാണ് പ്രധാന പേജുകളിലടക്കം പത്രങ്ങൾ വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുന്നത്? അതാണൊരു പ്രത്യേകത. സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഈ കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ വലിയ വിജയത്തെ വ്യത്യസ്ത തലത്തിലാണ് പത്രങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക ക്യാപ്ഷൻസ് നൽകിയാണ് ഓരോ പത്രങ്ങളും. പ്രത്യേകതയുള്ള ചിത്രങ്ങളുണ്ട്, തലക്കെട്ടുകളുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ പത്രങ്ങളായി പരിശോധിക്കാം. കാരണം ഇന്ന് എല്ലാ പത്രങ്ങളിലെയും പ്രധാന വാർത്ത കർണാടക ഇലക്ഷൻ തന്നെയാണ്. പത്രം 18ലേക്ക് സ്വാഗതം. നമുക്ക് മലയാള മനോരമയിലേക്ക് തന്നെ ആദ്യം പോകാം. കാരണം ഇത്തരം വലിയ വിജയവാർത്തകൾ ഏറെ കൗതുകത്തോടെ, ഏറെ രസകരമായി ചിത്രീകരിക്കുന്ന പത്രങ്ങളിൽ ഒന്ന് മനോരമ തന്നെയാണ്. സ്നേഹത്തിൻ്റെ കർണാകട എന്നാണ് ഇതിനുള്ള ടൈറ്റിലായി മലയാള മനോരമ പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പടം ഉള്ളം കയ്യിൽ എന്ന് ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പടം, ഒപ്പം സിദ്ധരാമയ്യയും DK ശിവകുമാറിൻ്റെയും ഡാൻസ് ഒരു കാരിക്കേച്ചറായി വരച്ചുകൊണ്ട് വളരെ രസകരമായി, വളരെ വ്യത്യസ്തമായി തന്നെയാണ് മലയാള മനോരമയുടെ മുൻ പേജിൽ ഈ കർണാടകയിലെ കോൺഗ്രസ് വിജയത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുണ്ട്. സിദ്ധരാമയ്യ ആയിരിക്കും ആദ്യം അവിടെ മുഖ്യമന്ത്രി എന്നും വളരെ കൃത്യമായി തന്നെ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതടക്കം വളരെ കളർഫുള്ളായുള്ള ഒരു ചിത്രീകരണമാണ്, കാർട്ടൂൺ അടക്കമുള്ള ചിത്രീകരണമാണ് ഇങ്ങനെ മനോരമ നടത്തിയിരിക്കുന്നത്. ഒപ്പം അതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്ന്, കന്നഡ സഭയിൽ കസേര മാറാതെയുള്ള 3 മലയാളികളുടെ വാർത്തയാണ്. അതായത് KJ ജോർജും NA ഹാരിസും UT ഖാദറും ഇവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ, അതിൽ ഹാരിസിന് മാത്രമാണ് 10,000-ൽ താഴെ ഭൂരിപക്ഷം, ജോർജിന് 55,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്, UT ഖാദറിന് 22,790. ഇവർ 3 പേരും ഈ മണ്ഡലങ്ങളിൽ നിന്ന് തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കുഞ്ചുക്കുറുപ്പ് ഇത്തവണ പറഞ്ഞിരിക്കുന്നത്, കർണാടകയിലെ CPM പ്രതികരണ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നു. കർണാടകയിൽ ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. അതിൽ കുഞ്ചുകുറുപ്പ് പറയുന്നത്, ഇവിടെ അങ്ങനെ ഒരു വികാരമില്ല കേട്ടോ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല, കർണാടകയിൽ അത് സംഭവിച്ചതുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത് എന്ന് ആ കാർട്ടൂണിൽ രസകരമായി പറഞ്ഞിരിക്കുന്നു. മലയാള മനോരമയിൽ ഇത് തന്നെ CPM-മായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. ബംഗളൂരു തെരഞ്ഞെടുപ്പിൽ കർണാടക നിയമസഭയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള CPM-ന്റെ സ്വപ്നങ്ങൾ ഇത്തവണയും പൂവണിഞ്ഞില്ല എന്നുള്ളതാണ്. ഏറെ പ്രതീക്ഷ പുലർത്തിയിരുന്ന ബാഗേപ്പള്ളിയിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് 19,621 വോട്ടുകൾ മാത്രം നേടി 3-ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ എന്ന് ഈ വാർത്തയിൽ പറയുന്നു. അതിനോട് ചേർത്ത് ദൾ കോട്ടകളിൽ വിള്ളൽ, ഒരു കോട്ടകളിൽ പോലും പച്ച തൊട്ടില്ല എന്ന വാർത്തയും ഉണ്ട്. ഇതിൽ CPM-ന് 3 സീറ്റുകളിൽ ജനതാദളസിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. എന്നിട്ടും 0.06% വോട്ട് മാത്രം ലഭിച്ചു. 7 മണ്ഡലങ്ങളിൽ മത്സരിച്ച CPI-ക്ക് 0.02% വോട്ട് മാത്രമാണ് ലഭിച്ചത് എന്ന് പറയുന്നു. അപ്പം CPM-ഉം CPI-യും തമ്മിൽ മത്സരിച്ച KGF മണ്ഡലത്തിലും ഇരു കക്ഷികൾക്കും ജയിക്കാനായില്ല എന്ന് കൃത്യമായി വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ, കൗണ്ടിംഗ് തിരക്കുകൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്ത വലിയൊരു വാർത്ത, അത് കേരള തീരത്ത് പിടിച്ച 15,000 കോടിയുടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇത് കേരള കൗമുദി ഏറെ പ്രാധാന്യത്തോടെ മുൻ പേജിൽ നൽകിയിട്ടുണ്ട്. 500 കിലോ ഹെറോയിനും 529 കിലോ ഹാഷിഷ് ഓയിലും അടക്കമാണ് പിടിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വേട്ടയാണ് കൊച്ചിയിൽ നടന്നിരിക്കുന്നതെന്ന് ചിത്രം സഹിതം കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
കേരളകൗമുദിയിലെ അവരുടെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത, കൗമുദി സ്പെഷ്യലായി കൊടുത്തിരിക്കുന്ന വാർത്ത, ശമ്പളത്തിനും പെൻഷനും പണമില്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്നുള്ളതാണ്. ചെലവിന് സ്ഥിര നിക്ഷേപം പിൻവലിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി സംവിധാനങ്ങൾ മാറുന്നു. ഓവർഡ്രാഫ്റ്റിലൂടെ ചെലവ് നടത്തേണ്ട അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിൽ ഗ്രാൻഡ് കണക്കുകളടക്കം കേരള കൗമുദി വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത മാതൃഭൂമിയിലേക്ക് പോയാൽ രസകരമായ ഒരു വാർത്തയാണ് മാതൃഭൂമിയുടെ. അത് ഹരിയാനയിൽ വൻകിട കമ്പനികളുടെ ഓഫീസുകളിൽ ജീവനക്കാർക്കായി നൽകിയിരിക്കുന്ന ഓഫറാണ്. അതായത് പുതിയ മദ്യനയം, സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് വൻകിട സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്ക് ചായയും കാപ്പിയും മാത്രമല്ല ബിയറും വൈനും ആൽക്കഹോൾ അംശമുള്ള റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങളും നൽകാം എന്നുള്ളതാണ് ആ വാർത്ത. സംസ്ഥാന സർക്കാരിൻ്റെ എക്സൈസ് നയപ്രകാരമാണ് ജൂൺ 12 മുതൽ ഇത് പ്രാവർത്തികമാകുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കുറഞ്ഞത് 5000 ജീവനക്കാർ എങ്കിലുമുള്ള വൻകിട കമ്പനികൾക്കാണ് ഇത്തരത്തിൽ നടത്താനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. മാതൃഭൂമിയുടെ മറ്റൊരു വാർത്ത, ഇന്ത്യൻ തേൻ നുകർന്ന് അമേരിക്ക എന്നുള്ളതാണ്. കാരണം വരുമാനത്തിൽ, തേൻ കയറ്റുമതിയുടെ വരുമാനത്തിൽ 25% വർധനവുണ്ട്. 93% കയറ്റുമതി 5 രാജ്യങ്ങളിലേക്കാണ് എന്നുള്ളതാണ്. അത് അമേരിക്ക അടക്കമുള്ള 5 രാജ്യങ്ങളാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫെബ്രുവരി വരെ 58,471 ടൺ തേൻ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു. ഇതിനുള്ള മൂല്യം 1,23,966 കോടിയാണ്. വലിയ തോതിലുള്ള ഒരു തേൻ കയറ്റുമതി രാജ്യത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ കാതൽ. ദേശാഭിമാനിയിലേക്ക് പോയാൽ ദേശാഭിമാനിയുടെ മുൻപേജിൽ സ്വാഭാവികമായും കർണാടകയിൽ തകർന്നടിഞ്ഞ് BJP, ദക്ഷിണേന്ത്യ BJP മുക്തം എന്നുള്ള വാർത്ത തന്നെയാണ്. അതിനോടൊപ്പം ഉൾപേജിൽ ഒടുക്കത്തിൻ്റെ തുടക്കം എന്നുള്ളതാണ്. കാരണം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വർഗീയതയുടെയും രാഷ്ട്രീയം കൊണ്ട് എല്ലാ കാലത്തും ജയിക്കാൻ സാധിക്കില്ല BJPക്ക് എന്ന് ഈ വാർത്തയിലൂടെ ദേശാഭിമാനി രേഖപ്പെടുത്തുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും ദേശാഭിമാനി പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. വീക്ഷണം, അതേസമയം വീക്ഷണത്തെ നമുക്കറിയാം, വീക്ഷണത്തിന് ഏറെ സന്തോഷകരമായ ഒരു അച്ചടി ദിവസമായിരുന്നു ഇന്നലെ. കോൺഗ്രസ് തരംഗം, അത് ചിത്രമടക്കമാണ് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ ചരിത്ര വിജയം, കോൺഗ്രസ് തേരോട്ടത്തിൽ താമരക്കോട്ടകൾ നിലംപൊത്തി, ഡബിൾ എഞ്ചിൻ നിലച്ചു, BJPക്ക് ദയനീയ വീഴ്ച, മോദി പ്രഭാവം മങ്ങി, വർഗീയ പ്രചരണം ഫലിച്ചില്ല, ജനതാദൾ കടപുഴകി വീണു എന്നിങ്ങനെ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനും ഒപ്പം മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും നിൽക്കുന്ന ചിത്രവും ഇതിന് മുൻപേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് മറ്റ് ഒരുപാട് വാർത്തകൾ പത്രങ്ങളില്ല. കാരണം കൂടുതൽ പേജുകളും പത്രങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് കർണാടക തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശകലനവുമായി ബന്ധപ്പെട്ടാണ്. പത്രമേച്ചിൻ പൂർണ്ണമാകുന്നു. ബാക്ക് ടു രഞ്ജിനി ആൻഡ് സജിത്ത്. താങ്ക് യു രഞ്ജിത്ത്. ഇനി നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു KPCC അധ്യക്ഷൻ നമ്മുടെ എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജോസ് കെ മാണിയെ തിരികെ കേരള കോൺഗ്രസ് എമ്മിനെ UDFിൽ എത്തിക്കാൻ ശ്രമിക്കുമെന്ന ഒരു പ്രസ്താവന നടത്തിയത്. അതിനിപ്പോൾ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകുന്നു. ഞങ്ങൾ തിരിച്ച് UDFിലേക്കില്ല, ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഇങ്ങനെയാണ്. UDFിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന K സുധാകരന്റെ അവകാശവാദം തള്ളി ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്, ഇടതുമുന്നണിയെയും സംസ്ഥാന സർക്കാരിനെയും ശക്തിപ്പെടുത്താനാണ് തന്റെ ഇപ്പോഴത്തെ ശ്രമമെന്നാണ് ജോസ് കെ മാണി K സുധാകരന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. LDFനെ, ആ സർക്കാരിനെ ശക്തിപ്പെടുത്തുക, കൂടുതൽ കരുത്ത് നൽകുക, അതിനുവേണ്ടി നിരന്തരമായ പ്രവർത്തനമാണ് കേരള കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള അഭിപ്രായ പ്രകടനത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. ഒരു കാര്യം കൂടി, ഇപ്പോഴെങ്കിലും അവർക്ക് ഇത് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. കാരണം കേരള കോൺഗ്രസ് ഇല്ലാതെ മധ്യ കേരളം പിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. KPCC അധ്യക്ഷന് അദ്ദേഹത്തിന്റെ മുൻഗാമികളെ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ മനസ്സിലാക്കുന്നു. KM മാണി ഉണ്ടാക്കിയ മുന്നണി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ ഇതിന് ഉപചോദ്യത്തിനും പ്രസക്തിയില്ല. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു K സുധാകരന്റെ ഇത്തരത്തിലൊരു പരാമർശം. സുധാകരന്റെ വാക്കുകൾ കൂടി കാണാം. കോൺഗ്രസ് ഇല്ലാതെ മധ്യ തിരുവിതാംകൂറിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? കേരള കോൺഗ്രസ് വേണം. കേരള കോൺഗ്രസ് നമ്മളോടൊപ്പം നിൽക്കേണ്ട പാർട്ടിയാണ്. അതൊരു രാഷ്ട്രീയ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു.
ഞങ്ങളവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. കേരള കോൺഗ്രസ് ഈ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത നേതാവാണ് KM മാണി. മാണി സാറിൻ്റെ ഓർമ്മയും മാണി സാറിൻ്റെ ചൈതന്യവും ഈ UDF-ന് ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാനത് അവരുടെ നേതാക്കന്മാരോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നല്ല ബന്ധമാണ് ഞാൻ എല്ലാവരുമായിട്ടും. ആ ബന്ധം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടവരാണ്, UDF-ഓടൊപ്പം നിൽക്കേണ്ടവരാണ്, LDF-ൽ പോകേണ്ടവരല്ല. ഈ മുന്നണി KM മാണി സാറിൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ന് ഓർമ്മ വേണം. ആ ഓർമ്മ വെച്ചുകൊണ്ട് KM മാണിയുടെ അണിയാളികൾ ചിന്തിക്കണമെന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. യെസ്, ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം നമ്മുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. സംഘടനാ തലത്തിൽ തനിക്ക് പറ്റിയ പാളിച്ചകൾ, KPCC അധ്യക്ഷനായി തനിക്ക് കാര്യമായി പെർഫോം ചെയ്യാൻ കഴിയുന്നില്ലെന്ന കാര്യം പറയുന്നുണ്ട്. ഇതിനിടയിലാണ് പറയുന്നത് UDF-ന് പറ്റിയ വലിയൊരു പിഴവായിരുന്നു ജോസ് കെ മാണിയെ മുന്നണിയിൽ നിന്നും വിട്ട കാര്യം, തിരികെ കൊണ്ടുവരാൻ പരമാവധി ശ്രമം നടത്തും, വലിയൊരു നഷ്ടമാണ് ജോസ് കെ മാണി, ജോസ് കെ മാണിക്ക് മുന്നണിയുടെ ഭാഗമാക്കാനുള്ള എല്ലാ ശ്രമം നടത്തുമെന്നും പറയുന്നു. പക്ഷേ അത് ജോസ് കെ മാണി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് എങ്ങനെയാണ് ഈ കെ സുധാകരന്റെ പരാമർശത്തെ കാണുന്നത്? ഒരു പരാമർശത്തിനും പ്രസ്താവനകൾക്കും അപ്പുറം ഭാവിയിലേക്കെങ്കിലും രാഷ്ട്രീയ സാധ്യതയുള്ള ഒരു നീക്കമായി നമുക്കിതിനെ കാണാൻ കഴിയുമോ ശ്രീജിത്ത്? സജിത്ത്, ഗുഡ് മോർണിംഗ്. രഞ്ജിന് ഗുഡ് മോർണിംഗ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖമാണ്. എഡിറ്റർ പ്രദീപ് പിള്ളയുമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ തുറന്നുള്ള സംസാരമാണ്. അതായത് കേരള കോൺഗ്രസ് എം ഈ മുന്നണിയിൽ വിട്ട് പോയ ശേഷം ഒരുപക്ഷെ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് KPCCയുടെ അധ്യക്ഷൻ തന്നെ തുറന്നു പറയുന്ന, വളരെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാവുന്ന ഒരു അഭിമുഖമായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അത് തെറ്റുതിരുത്തുന്നു, ഫലത്തിലൊരു തെറ്റുതിരുത്തൽ ഇവരുമായി ചർച്ച നടത്തുന്നു, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് കെ സുധാകരൻ. പക്ഷെ അത് ജോസ് കെ മാണിയിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ജോസ് കെ മാണി പറയുന്നത് ആദ്യ വാചകത്തിൽ തന്നെ അദ്ദേഹം ആ ഒരു സാഹചര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ്. ഉപചോദ്യങ്ങൾ KM മാണിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്തുള്ള ഉപചോദ്യങ്ങൾക്കും അതുകൊണ്ട് തന്നെ പ്രസക്തിയില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. എന്തായാലും ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ ഒരു പരിമിതി എന്നത് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാണ്. ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒരു ഘടകകക്ഷി നേതാവാണ്. അവർക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ അസ്വാരസ്യങ്ങളൊന്നും, ചില അസ്വാരസ്യങ്ങൾ ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചില വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇടതുമുന്നണി ആയതുകൊണ്ട് തന്നെ വളരെ കാര്യമായി പുറത്തേക്കൊക്കെ വരാത്ത അതൃപ്തികരമായ സാഹചര്യങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം സജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ഭാവിയിലേക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ ഒരു മുന്നണി മാറ്റത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു അതൃപ്തികരമായ സാഹചര്യം, അവഗണന, അനീതി, ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് ഒരു മുന്നണി മാറ്റം എന്നതിലേക്ക് ജോസ് കെ മാണിക്ക് പോലും എത്താൻ കഴിയുക. കാരണം അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, പാർട്ടി പ്രവർത്തകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ തവണയാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിലേക്കുള്ള ചോദ്യമാണ്, ഭാവിയിലേക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സജിത്ത്, നമുക്കറിയാം ഈ മധ്യ കേരളത്തിൽ വന്ന ശേഷം, ജോസ് കെ മാണി വന്ന ശേഷം ഇടതുമുന്നണിക്ക് വലിയ നേട്ടമുണ്ടായി. പക്ഷേ അവിടേക്ക് എത്തുമ്പോൾ, ഒരു മന്ത്രിസ്ഥാനത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ എത്തുമ്പോൾ, ഒരു ജലവിഭവ വകുപ്പ് പോലെയുള്ള ഒരു വകുപ്പ്, താരതമ്യേന പ്രാധാന്യം കുറഞ്ഞൊരു വകുപ്പ് മാത്രമാണ് ഇടതുമുന്നണിയിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള വസ്തുത അവിടെ നിൽക്കുക തന്നെയാണ്. ഇപ്പുറത്ത് റവന്യൂ വകുപ്പ് അല്ലെ ധനവകുപ്പൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കേരള കോൺഗ്രസ് എമ്മിന് അത്ര വലിയൊരു വകുപ്പൊന്നുമല്ല ഇപ്പോൾ ഇടതുമുന്നണിയിൽ ഫലത്തിൽ ലഭിക്കുന്നത്. ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് അത്തരം വലിയ ആഗ്രഹങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത് UDF-ൽ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥാനം കൂടിയാണ് എന്ന് ജോസ് കെ മാണി വിഭാഗത്തിന് അറിയാം. കുറച്ചുകൂടി കംഫർട്ട് ആയൊരു ഇടമായി ഭാവിയിൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും UDF-നെ കണ്ടാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല. ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതല്ലെങ്കിൽ അതിനും ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാം ഇത്തരം സാധ്യതകൾ തുറന്നു കിടക്കുക തന്നെയാണ്. അതിൽ യാതൊരു രാഷ്ട്രീയം എന്ന നിലയ്ക്ക്, കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് അതിൽ യാതൊരു സംശയവുമില്ല. സജിത്ത്.
ശ്രീജിത്ത്, ഈ ജോസ് കെ മാണിയുടെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് തങ്ങളെ ഇടതു മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്, ഇപ്പോൾ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം എന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്കറിയാം കേരള കോൺഗ്രസിനും ഇടതു മുന്നണിക്കകത്ത് അതൃപ്തിയുള്ള നിരവധി ഘടകങ്ങളുണ്ട്. മുന്നണി നേതൃത്വവുമായി അകർച്ച ഉണ്ടാവേണ്ട ചില വിഷയങ്ങൾ അടുത്തിടെ ഉണ്ടാവുകയും ചേരുന്നു. അത്ര നല്ല ബന്ധമൊന്നും ആയിരിക്കില്ല. അതിനുമപ്പുറം ഇത് കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ രാഷ്ട്രീയ സാധ്യത തേടാറുള്ളതാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പൊതുവിൽ. സ്വാഭാവികമായും ഇനി 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിലുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇതൊരു അടഞ്ഞ അധ്യായമായി കാണില്ല. ഇപ്പോൾ കെ സുധാകരൻ നടത്തുന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ കൂടുതൽ UDF നേതാക്കൾ സമാന്തര നീക്കങ്ങൾക്ക് ഒരുങ്ങിയാൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ, അല്ലേ ശ്രീജിത്ത്? നിശ്ചയമായും അതിനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് സജിത്ത് നമുക്ക് മനസ്സിലാക്കാൻ. ഈ കോട്ടയത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ അഭിമുഖവും അതിനുശേഷമുള്ള പ്രതികരണവും എല്ലാം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആഭ്യന്തര വിഷയം എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എം ഈ UDFന്റെ ക്ഷണത്തെ അത് വളരെ പോസിറ്റീവായി തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കുള്ള ഒരു വഴി തുറന്നു എന്നുള്ളതിനെ വളരെ പോസിറ്റീവായി കാണുന്നു. തിരിച്ച് UDFിലാണെങ്കിലും കൃത്യമായി ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് തങ്ങൾ എത്തി എന്നുള്ള വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നേരത്തെ തന്നെ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും അടക്കം പറയുന്നുണ്ടായിരുന്നു ജോസ് കെ മാണി വിഭാഗം തിരിച്ച് UDFിലേക്ക് എത്തണം എന്ന കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കോട്ടയത്തെ തിരുവഞ്ചൂരിനെ പോലുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കും അത്തരം അഭിപ്രായങ്ങൾ ഒരു ഘട്ടത്തിലും ജോസ് കെ മാണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനൊന്നും ഈ തിരുവഞ്ചൂരിനെ പോലെയുള്ള നേതാക്കൾ പോലും തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ നിലപാട് അങ്ങനെയായിരുന്നു. അങ്ങനെ ഫലത്തിൽ ജോസ് വിഭാഗം ഇപ്പുറത്തേക്ക് വരണം എന്ന കാര്യത്തിൽ UDFിൽ വലിയ ആശയക്കുഴപ്പങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ കൂടുതൽ നേതാക്കൾ അതിൽ പ്രതികരിച്ചാൽ അതൊരു അന്തരീക്ഷമായി മാറും. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം നിൽക്കുകയാണ്. സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മന്ത്രിസഭയുടെ ഒരു പകുതി ഘട്ടത്തിൽ നിന്നുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിന് ഇപ്പുറത്തേക്ക് ഈ LDFിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. കാരണം കഴിഞ്ഞ തവണത്തെ തന്നെ മുന്നണി മാറ്റത്തിൽ ഒരുപാട് പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. സഭകൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ, സഭകൾക്ക് പോലും അത് പൂർണ്ണമായും താല്പര്യമുള്ള വിഷയമായിരുന്നില്ല. അതായത് കേരള കോൺഗ്രസ് എം ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ഉള്ളത്. നിലവിൽ ക്രൈസ്തവ സഭകൾക്ക് അധികാരത്തിലൊരു കൃത്യമായ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു പവറോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സഭകളടക്കം സർക്കാരിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കുന്നു. ഇടത് സർക്കാരിൽ നിന്ന് വേണ്ടത്ര നീതി കിട്ടുന്നില്ല എന്ന അഭിപ്രായം പലപ്പോഴും പല ഘട്ടങ്ങളിലും അവർ ഉയർത്തി കാണിക്കാറുണ്ട്. ചങ്ങനാശ്ശേരി രൂപത പോലുള്ളവരൊക്കെ തുറന്ന എഴുത്തുകളും ലേഖനങ്ങളും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയായിരിക്കും ഘടകം. ഒരു സമയമായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭാവിയിൽ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിനും ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഈ സാഹചര്യങ്ങൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിന് തൊട്ട് മുന്നോടിയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ഫലത്തിൽ സംഭവിക്കുക. ഇതിനകം തന്നെ കെ സുധാകരൻ പറയുന്നത് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കും ലഭ്യമാകുന്ന വിവരം. അത്തരം ആശയവിനിമയങ്ങൾ ഇരു പാർട്ടികൾക്കിടയിലും കേരള കോൺഗ്രസിനും ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. സജിത്ത്. യെസ്, അതാണ് ശ്രീജിത്ത് വ്യക്തമാക്കിയത്. എന്തായാലും ഈ വാർത്തയ്ക്ക് തുടർച്ചയുണ്ടാവും. എന്തുകൊണ്ടാണ് കെ സുധാകരനെ കൊണ്ട് ഇത്തരമൊരു പ്രസ്താവന നടത്താൻ കാരണമായത്? മുന്നണിയുടെ ശിഥിലീകരണം അല്ലെങ്കിൽ മുന്നണി ദുർബലമാണ് എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ നിലവിലൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടത്ര ശക്തി പോരുന്ന വിലയിരുത്തലാണോ? അങ്ങനെ പല ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങളും ഒക്കെ വളരെ രാഷ്ട്രീയ പ്രസക്തമാണ്. ഇടതുമുന്നണി നേതാക്കളുടെ അടക്ക പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്കും അടക്കം നമുക്ക് വരാം. ഇപ്പോൾ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കർണാടകത്തിൽ കോൺഗ്രസ് നേടിയ മിന്നും വിജയം അത് കേരളത്തിലെ കോൺഗ്രസിനും വലിയ ആവേശമായി മാറുന്ന സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കം പ്രചാരണത്തിന്റെ പ്രധാനപ്പെട്ട കോൺഗ്രസ് കേരളത്തിലെ എല്ലാ നേതാക്കളും കർണാടകയിൽ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടത്. എന്തായാലും അത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാകുന്നു, വലിയ ഊർജ്ജമാകുകയാണ്. കേരളത്തിൽ ഒരു വർഷത്തിനിപ്പുറം നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ട്രയൽ റണ്ണായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന് കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ജയം.
കർണാടകത്തിലെ മലയാളി വോട്ടർമാരുടെ വോട്ടുറപ്പാക്കാൻ KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പുറമെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും ബംഗളൂരുവിൽ എത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായതും വേറിട്ട കാഴ്ചയായി. ഒത്തൊരുമയോടെയുള്ള ഈ പ്രചാരണ തന്ത്രം ഫലം കണ്ടതിന്റെ ആവേശത്തിലാണ് പാർട്ടി നേതൃത്വവും അണികളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ ഫലം എവിടെയെന്ന് പറഞ്ഞ് പരിഹസിച്ച KPCC അധ്യക്ഷന്റെ പ്രസ്താവന കേരളത്തിലെ BJP നേതൃത്വത്തിന് നേരെ നടത്തിയ മുനവെച്ചുള്ള പ്രതികരണം കൂടിയായി മാറി. അഖിലേന്ത്യാ തലത്തിൽ ഒരു ഭരണമാറ്റം BJPയുടെ കുത്തക അവസാനിപ്പിക്കുന്ന ഒരു ഭരണമാറ്റത്തിൻ്റെ തുടക്കമാണ് കർണാടക തിരഞ്ഞെടുപ്പ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്തുമാത്രം ആത്മവിശ്വാസത്തിലായിരുന്നു മോഡി ദിവസങ്ങളോടും അവിടെ അടിച്ചു തകർത്തത്. പക്ഷേ എവിടെയാണ് അതിൻ്റെ റിസൾട്ട്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ശേഷിക്കെ പടലപ്പിണക്കങ്ങൾ മറന്ന് മുതിർന്ന നേതാക്കളുടെ വിശ്വാസം ഉറപ്പാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയേണ്ട വെല്ലുവിളിയാണ് പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ ബാക്കിയാകുന്നത്. പുനഃസംഘടന പോലും സുഗമമായി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉറപ്പാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകുമെന്ന് ഉറപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോഖ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. ഇന്ന് ഉച്ചയോടെ മണിക്കൂറിൽ 210 കിലോമീറ്റർ വരെ വേഗത്തിൽ ബംഗ്ലാദേശ് മ്യാൻമാർ തീരത്ത് കരയിൽ പ്രവേശിക്കാനാണ് സാധ്യത. കേരളത്തിൽ ഇന്നുകൂടി മഴയെ തുടർന്നേക്കും. എല്ലാ ജില്ലകളിലും സാധാരണ മഴയ്ക്കാണ് സാധ്യത. ചൂട് കൂടാനും സാധ്യതയുണ്ട്. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ കാറ്റ് വീശുമെന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ആദിവാസി ഊരുകളിലെല്ലാം വൈദ്യുതി എത്തിച്ച ആദ്യ ജില്ലയായി മാറുകയാണ് തൃശ്ശൂർ. മലക്കപ്പാറയിൽ കൊടും വനത്തിനുള്ളിലെ വെട്ടിവിട്ടക്കാട് പട്ടികവർഗ കോളനിയിൽ കൂടി വൈദ്യുതി എത്തിച്ചതോടെയാണ് ഈ ജില്ല ഈ ഒരു അപൂർവ നേട്ടത്തിന് അർഹമായത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വാഴച്ചാലിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് വെട്ടിവിട്ടക്കാട് പട്ടികവർഗ കോളനി. വനമേഖലയിലെ ഈ കോളനിയിലേക്ക് വൈദ്യുതി എത്തിക്കുക എന്ന ദുഷ്കരമായ ദൗത്യമാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. മുതുവാൻ വിഭാഗക്കാരായ 13 കുടുംബങ്ങളിലായി 38 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഭൂഗർഭ കേബിൾ ഉപയോഗിച്ച് വനത്തിലൂടെയാണ് ഇവിടെ വൈദ്യുതി എത്തിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. വെട്ടിവിട്ടക്കാടിന് ഇനിയും സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു കുടുംബത്തിന് 7.11 ലക്ഷം രൂപ വീതം ചെലവിട്ടാണ് വൈദ്യുതിവൽക്കരണം സാധ്യമാക്കിയത്. ദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്താണ് മന്ത്രിയും സംഘവും കോളനിയിലെത്തിയത്. യാത്രാ ദൃശ്യങ്ങൾ മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ന്യൂസ് 18 തൃശൂർ.